സാമ്രാജ്യത്വം തുലയട്ടെ, കുത്തക നിയമങ്ങൾ തുലയട്ടെ, കുത്തക നിയമങ്ങൾ തുലയട്ടെ. വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട. INTUC ഉൾപ്പെടെ എല്ലാവരും ചേർന്നതാണ് CTU, സെൻട്രൽ ട്രേഡ് യൂണിയൻസിൻ്റെ ഈ ഏകോപന വേദി. ഞങ്ങൾ ഒരുമിച്ച് ഏകകണ്ഠമായിട്ടാണ് ഈ സമരങ്ങൾ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ മെയ് മാസത്തിൽ മെയ് 12 പണിമുടക്കുണ്ടായിരുന്നു. ആ പണിമുടക്ക് സമരം വന്നപ്പോൾ കേരളത്തിൽ പണിമുടക്കിൽ നിന്ന് INTUCയെ മാറ്റി നിർത്താൻ സമ്മർദ്ദം ചെലുത്തിയത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ്. അവരതിന് പറഞ്ഞ ന്യായം, കേരളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, UDF LDF എന്നാണ്. അപ്പം അതുകൊണ്ട് CITUമായി ചേർന്ന് ഇപ്പോൾ കോൺഗ്രസ് അനുഭാവികളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന INTUC ഒരു യോജിച്ച സമരത്തിലേക്ക് പോകേണ്ട എന്നൊരു നിലപാട് അവരെടുത്തു. അവരൊറ്റക്കാണെന്ന് സമരവുമായി അവരുടെ പ്രചാരവേല നടത്തി. ബാക്കിയുള്ളവരൊന്നും വെച്ചു. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, എന്നിട്ടും ആ നിലപാടിൽ മാറ്റം വരുത്താത്തത് എന്താണെന്നുള്ളത് അതിശയകരമാണ്. INTUC ദേശീയ തലത്തിൽ ഈ സമരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കേരളത്തിൽ INTUC മാറി നിൽക്കുന്നത് വളരെ ഖേദകരമാണ്. രാജ്യത്താകെ ഇന്ന് തൊഴിലാളികളുടെയും കർഷകരുടെയും ജയിൽ നിറയ്ക്കൽ സമരം നടന്നു. ദില്ലിയിൽ ജന്തർ മന്തർ സമരവേദിയായി. ഉത്തരേന്ത്യയിൽ റോഡ് തടയലും ട്രെയിൻ തടയലും നടന്നു. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ആയിരുന്നു സമരം. കേന്ദ്ര ട്രേഡ് യൂണിയനുകളും സംയുക്ത കിസാൻ മോർച്ചയും ചേർന്നാണ് സമരം സംഘടിപ്പിച്ചത്. ഇടതുപക്ഷ സംഘടനകൾക്കൊപ്പം കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUCയും ഈ ദേശീയ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഈ രാഷ്ട്രവ്യാപക സമരത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കാഴ്ച കേരളത്തിൽ INTUC ഈ സമരത്തിൽ പങ്കെടുത്തില്ല എന്നതാണ്. രാജ്യത്തെ രക്ഷിക്കുക, തൊഴിലാളികളെ രക്ഷിക്കുക എന്നതായിരുന്നു ഇന്നത്തെ സമരത്തിന്റെ കേന്ദ്ര മുദ്രാവാക്യം. ആരെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമാണ് INTUCയെ ഇന്ന് കേരളത്തിൽ നയിച്ചത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു CITUവിന്റെ പ്രതിനിധി KN ഗോപിനാഥ്, കോൺഗ്രസ് സഹയാത്രികനായ B റജി, രാഷ്ട്രീയ നിരീക്ഷകൻ മാധ്യമപ്രവർത്തകൻ ജോർജ് ജോസഫ്, ഒപ്പം തന്നെ BJP സഹയാത്രികനായ മിഥുൻ വിജയകുമാർ. ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ആമുഖമായി പറയട്ടെ, ഈ ചർച്ചയിൽ BMSൻ്റെയോ ഒപ്പം തന്നെ INTUCയുടെയോ പ്രതിനിധി പങ്കെടുക്കുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ രണ്ട് പ്രതിനിധികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഇവരുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു. അതിന് ബന്ധപ്പെട്ടവർ തയ്യാറായില്ല, അവർ പങ്കെടുക്കുന്നില്ല എന്നതാണ് നില. അങ്ങനെയാണ് BJPയുടെ സഹയാത്രികൻ ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ സഹയാത്രികൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ, ആ ശബ്ദത്തിന് പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഈ ചർച്ച ആരംഭിച്ചത്, ആമുഖവാക്യമായി കൊടുത്തത് CITU ജനറൽ സെക്രട്ടറി എളമരം കരീമിൻ്റെ വാക്കുകളാണ്. ഈ കേന്ദ്ര സമരത്തിൽ നിന്ന്, ഈ ദേശീയ സമരത്തിൽ നിന്ന്, INTUC അടക്കം നിന്ന് ദേശീയ തലത്തിൽ പങ്കെടുത്ത് നടത്തിയ ഈ സമരത്തിൽ നിന്ന് കേരളത്തിൽ INTUC പിൻവാങ്ങി. ഒപ്പം തന്നെ UDFലെ രാഷ്ട്രീയ കക്ഷികളുടെ പോഷക സംഘടനകളായ അവരുടെ തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും കേരളത്തിലെ സമരത്തിൽ നിന്ന് ദേശീയ സമരം ചർച്ച ചെയ്യുന്നതിനോടൊപ്പം കേരളത്തിൽ കാഴ്ചവെച്ച UDF കാഴ്ചവെച്ച ഈ വേറിട്ട പ്രതികരണം കൂടി ചർച്ചയ്ക്ക് വെക്കുകയാണ് ഞങ്ങൾ. ആദ്യം തന്നെ ഞാൻ കോൺഗ്രസ് സഹയാത്രികനോട് ചോദിക്കുകയാണ്, ഇങ്ങനൊരു ദേശീയ സമരം നടന്നിരിക്കുന്നു. ദേശീയ സമരങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നടത്തുന്നത് വളരെ വളരെ കുറവാണ്. നമ്മൾ രാഷ്ട്രീയ ചരിത്രത്തിൽ എണ്ണി പറയും ദേശീയ പണിമുടക്കുകൾ, ദേശീയ പ്രക്ഷോഭങ്ങൾ ഏതൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരെണ്ണത്തിൽ ഇന്ന് INTUCയുടെ കൂടി പങ്കാളിത്തത്തോടു കൂടി ദേശീയ സമരം പ്രഖ്യാപിക്കുന്നു. ദേശീയ തലത്തിൽ എല്ലായിടത്തും ജയിൽ നിറയ്ക്കൽ സമരങ്ങൾ നടത്താൻ ആ കൂട്ടായ്മ ആഹ്വാനം ചെയ്യുന്നു. അതിൽ ജന്തർ മന്തറിൽ നടന്ന സമരത്തിലടക്കം INTUCയുടെ പ്രതിനിധി പങ്കെടുക്കുന്നു. ഇവിടെ ഇതാ കേരളത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഈ രാഷ്ട്രീയ കാഴ്ചയ്ക്ക് താങ്കൾ ഒരു സഹയാത്രികൻ, കോൺഗ്രസ് സഹയാത്രികൻ എന്ന നിലയ്ക്ക് എന്ത് വിശദീകരണമാണ് നൽകുക?
നോക്കൂ, കേന്ദ്രത്തിലെ കഴിഞ്ഞ 12 വർഷമായുള്ള മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കും സാമ്പത്തിക നയങ്ങൾക്കുമെതിരെ ശക്തമായ പ്രക്ഷോഭം നയിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ നഖശികാന്തം എതിർക്കുന്നതിൽ മുൻപന്തിയിലാണ്. ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്നതും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനനായ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആണ്. അപ്പോൾ മോദിക്ക് അല്ലെങ്കിൽ മോദി സർക്കാരിന് അല്ലെങ്കിൽ BJPക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന് ഏറ്റവും ഭയപ്പെടുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി BJPയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ എല്ലാ നയങ്ങൾക്കെതിരെയും സാമ്പത്തികമായാലും കാർഷിക മേഖലയിലുള്ളതായാലും തൊഴിലില്ലായ്മ സംബന്ധിച്ചുള്ളതായാലും ഒഴിവുകൾ നികത്താത്തത് സംബന്ധിച്ചായാലും കോർപ്പറേറ്റുവൽക്കരണമായാലും തെറ്റായ തൊഴിൽ നിയമങ്ങൾ ലേബർ കോഡ് സംബന്ധിച്ചും അതിശക്തമായി എതിർത്തു പോരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഒരു പ്രാദേശിക തലത്തിൽ ഒരു ചില പ്രാദേശികമായി നേതൃനിരയിൽ എടുത്തിട്ടുള്ള ചില നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സമരപരിപാടിയിൽ ആക്റ്റീവായി മുന്നിൽ വരുന്നില്ല, പ്രത്യേകിച്ച് ഭരണമുള്ള ഒരു പ്രദേശത്ത് വരുന്നില്ല എന്നുള്ളത് ദേശീയ തലത്തിൽ BJPക്കെതിരെ അതിശക്തമായി ഒരു മുന്നണിയായി നിലനിൽക്കുന്നു എന്നുള്ളതിന് ഒരു തരത്തിലും ഒരു കുറ്റാരോപണം നടത്തുന്നത് ശരിയുള്ള കാര്യമല്ല. ദേശീയ തലത്തിലാണ് നമ്മുടെ പണിമുടക്ക് അല്ലെങ്കിൽ ഇന്നത്തെ പ്രക്ഷോഭം നടക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യയിൽ സംയുക്തമായി എല്ലാ ട്രേഡ് യൂണിയനുകളും ആ സമരത്തിൽ പങ്കാളികളാണ്. അത് ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മോദി സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സമരപരിപാടി അരങ്ങേറുന്നത്. നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ച് തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരമാവധി പരിഹരിക്കുന്നതിന് വേണ്ടിയും ഒരു പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. 2 മാസം മാത്രമേ ആയിട്ടുമുള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ അങ്ങനെ പ്രത്യേകമായിട്ട് ഒരു സമരപരിപാടി സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നു CITയെ സംബന്ധിച്ചുണ്ടാകുന്നതായി അവരുടെ നേതൃത്വം കണക്കാക്കുന്നില്ലായിരിക്കാം ഒരുപക്ഷെ. ഇത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ കേരളത്തിലുള്ള CPM ആയാലും CPIയും ഒക്കെ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്ന് ദേശീയ തലത്തിൽ സംഘപരിവാർ സംഘടനകൾക്കെതിരെ പ്രതിഷേധിക്കുന്ന സംഘടനകളാണ്. പ്രാദേശിക തലത്തിൽ അവരുടെ ചില നയങ്ങളുടെ ഭാഗമായി ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് കരുതി അതിനെ CITയുവിനെയോ അല്ലെങ്കിൽ കേരളത്തിലെ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തെയോ ഏതെങ്കിലും തരത്തിൽ കുറ്റം ആരോപിക്കുക ശരിയുള്ള ഒരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല. അതെ, INTUC ആയിരുന്നു അത്. കോൺഗ്രസിൻ്റെ ആ കാര്യത്തിൽ ഉള്ളൊരു നിലപാടാണ്. ദേശീയ തലത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, ദേശീയ സമരത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഒരു പ്രാദേശിക പ്രദേശത്ത്, അങ്ങനെയാണ് അദ്ദേഹം പ്രയോഗിച്ച വാക്ക്. പക്ഷേ ഒരു സംസ്ഥാനത്തിൽ, നമ്മുടെ ജനപദമാണത്, നമ്മുടെ സംസ്ഥാനമാണത്, അവിടെ എടുത്ത ആ നിലപാടിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉള്ളതായി അദ്ദേഹം കരുതുന്നില്ല. ഞാൻ ഇപ്പോൾ BJPക്ക് വേണ്ടി ഇവിടെ പങ്കെടുക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന BJP സഹയാത്രികനായ മിഥുൻ വിജയകുമാറിലേക്ക് വരികയാണ്. ഇതാ ദേശീയ തലത്തിൽ ഒരു പ്രതിഷേധം തൊഴിലാളികളും കർഷകരും ചേർന്ന് കാഴ്ചവെച്ചിരിക്കുന്നു. കേരളത്തിലാവട്ടെ അത് ഭാഗികമായാണ് സംഭവിച്ചിരിക്കുന്നത്. LDFനെ അനുകൂലിക്കുന്ന തൊഴിലാളി സംഘടനകളും ഒപ്പം തന്നെ കർഷക സംഘടനകളും ചേർന്നാണ് ആ സമരം കേരളത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതൊരു BJP ഉൾപ്പെട്ട ഒരു കാര്യമല്ല. പക്ഷേ BJP അതിൻ്റെ റിസീവിംഗ് എൻഡിൽ അതിൻ്റെ പരാതികൾ ഏറ്റെടുക്കേണ്ട ആ അറ്റത്ത് വരുന്ന രാഷ്ട്രീയ കക്ഷിയാണ്. ഇങ്ങനെ കേരളത്തിൽ വിഭജിതമായ ഒരു നില ഈ സമരത്തിൽ കണ്ടതിനെക്കുറിച്ച് പ്രതികരിക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടോ ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക്? മിഥുൻ, നമസ്കാരം. ഞാൻ താങ്കളുടെ ഇൻട്രൊഡക്ഷൻ കേട്ടു. ഞാൻ ഇതുവരെ ഏതൊക്കെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടോ ഞാൻ എന്റെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലേ പങ്കെടുത്തിട്ടുള്ളൂ. ഞാനൊരു BMS പ്രതിനിധിയോ അല്ലെങ്കിൽ BJP പ്രതിനിധിയായിട്ടോ ഞാൻ പങ്കെടുത്തിട്ടില്ല. BJPന്നോ BMSന്നോ ആള് വരുന്നില്ലെങ്കിൽ ഒന്ന് പറയട്ടെ, BJPന്നോ BMSന്നോ അവർക്ക് ആളെ അയക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആളെ ഒപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് പല കാര്യങ്ങളിലും BJP ആയിട്ട് എതിർപ്പുണ്ട്. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ എനിക്ക് ചില വിഷയങ്ങൾ ഞാൻ സംസാരിക്കാൻ വരുന്നത് എന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാനാണ്. അതൊരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ പല ചാനലുകളിലും സംസാരിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒരു BJP ഇല്ലെങ്കിൽ എന്നൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ അല്ല. പിന്നെ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ സമരം നടന്നത് വിജയകരമായി നടന്നോ അല്ലെങ്കിൽ ഈ സമരത്തിന്റെ ഒരു ഉദ്ദേശം എന്താണ്?
അല്ലെങ്കിൽ ഈ സമരത്തിലൂടെ നേടിയെടുക്കാൻ നോക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതിലേക്ക് വരാം, അത് അടുത്ത ഘട്ടത്തിൽ. ഈ ചോദ്യത്തിൽ ഇതൊന്ന് അഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് വരാം, ആ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാം. ഈ രാഷ്ട്രീയ കാഴ്ച കേരളത്തിൽ നടന്നു എന്നാണ് അവതാരകൻ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞത്. അതിനോട് പ്രതികരണമുണ്ടെങ്കിൽ അത് ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കൂ. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്കുള്ളത് മതി, വ്യക്തിപരമായ നിരീക്ഷണം മതി. ഉണ്ടോ? അല്ല, ഒരു സമരം നടന്നു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? നടന്നു എന്ന് പറയണോ അതോ നടന്നില്ല എന്ന് പറയണോ? എന്താ പറയേണ്ടത് ഇപ്പൊ അതില്? അല്ല, ഇവർ പങ്കെടുക്കാതിരുന്നതിനെ കുറിച്ചാണ് ദേശീയ തലത്തിൽ ആഹ്വാനം ചെയ്ത INTUC രാജ്യത്തിലെ പ്രധാനപ്പെട്ട തൊഴിലാളി യൂണിയൻ അല്ലേ? അവർ പങ്കെടുക്കാതിരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായമെന്നാണ് ചോദിച്ചതുണ്ടെങ്കിൽ പറയാം. അല്ല, INTUC അതിൽ പങ്കെടുക്കുവോ പങ്കെടുക്കാതിരിക്കുവോ അത് അവർ തീരുമാനിക്കട്ടെ. INTUC ഒരു പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കി പങ്കെടുക്കാതിരിക്കുകയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ചും അതിൽ ചില കാര്യങ്ങൾ എടുത്തു പറയണല്ലോ. കാരണം ഞാൻ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ഈ സ്വാമിനാഥൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത്രയും കാലം അവര് ഭരിക്കുന്ന കാലത്ത് എന്ത് നടപ്പിലാക്കിയില്ല? ഇപ്പൊ 2014 സ്വാമിനാഥൻ കമ്മീഷന്റെ ചില കാര്യങ്ങളെങ്കിലും നടപ്പിലാക്കാൻ ഈ സർക്കാരിന് സാധിച്ചു. അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ രാഷ്ട്രീയ കുറ്റബോധം കൊണ്ടാണ്. അതെ, രാഷ്ട്രീയ കുറ്റബോധമായിരിക്കാം, അല്ലെങ്കിൽ അവരിതിന്റെ പല കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നുണ്ടായിരിക്കാം. അത് വാളയാർ ചുരത്തിന്റെ അപ്പുറത്തില്ലേ? അത് അല്ല, വാളയാർ ചുരത്തിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒന്നല്ലേ ആക്ച്വലി ആണല്ലേ? പോലെ അല്ല, സാധാരണ രാഷ്ട്രീയ ചർച്ചകൾ നിങ്ങൾ എന്ന് പറയുന്നത് LDF ആയിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? ഞാൻ പറഞ്ഞു എങ്ങനെ LDF ആയിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? LDF-ഉം UDF പുറത്തൊന്നാണെന്നാണ് പറഞ്ഞത്. ഇടത് കോൺഗ്രസ് ഒരു ഐക്യമുണ്ടല്ലോ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക്. അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ അവിടെ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മാറി എന്നുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് അനുഭാവമുള്ള ആളുകൾ ക്ലാരിഫൈ ചെയ്യട്ടെ. വ്യക്തമാണ്. അപ്പൊ അത് താങ്കൾ വിട്ടു. അടുത്ത ഘട്ടത്തിൽ താങ്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഇതിന്റെ ആ പ്രശ്നത്തിലേക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാം. ഞാൻ വരാം. ജോർജ് ജോസഫ് നിരീക്ഷകനായി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം മുതിർന്ന സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പത്രപ്രവർത്തകനാണ്. താങ്കളോട് ഞാൻ പറയുകയാണ്, ഈ ഘട്ടത്തിൽ അതിൻ്റെ കാരണങ്ങളിലേക്കല്ല നമ്മൾ കടക്കുന്നത്. ഇങ്ങനെ ഒന്ന് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. ദേശീയ തലത്തിൽ ഒരു കൂട്ടായ്മ ആഹ്വാനം ചെയ്യുകയും ആ കൂട്ടായ്മയിലെ പ്രബലമായ ഒരു സംഘടന INTUC, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയുടെ തൊഴിലാളി സംഘടന കേരളത്തിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരിക്കുന്നു. എന്തെങ്കിലും പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് ജോർജ് ജോസഫ് കരുതുന്നുണ്ടോ? NPC തീർച്ചയായിട്ടും ആ കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലുള്ളൊരു വിഷയമല്ല ഈ സമരത്തിന് ആധാരമായി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഭരണപരമായ പ്രശ്നങ്ങളോ രാഷ്ട്രീയമായ ഏതെങ്കിലും വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഈ സമരം ഇന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ദേശീയ തലത്തിൽ ഈ സമരം ആസൂത്രണം ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 4-5 മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ലേബർ കോഡുകളുടെ കാര്യത്തിലുള്ള കാര്യം അത് നടപ്പാക്കരുത് എന്നുള്ളൊരാവശ്യമാണ്. അതുപോലെ സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മിനിമം താങ്ങുവില അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കുക. ആ വിവരങ്ങളിലേക്ക് അടുത്ത ഘട്ടത്തിൽ വന്നാൽ പോരെ ജോർജ്? അതുപോലെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അല്ല, അതെ തീർച്ചയായിട്ടും. അല്ല, ഞാൻ ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആമുഖമായിട്ട് പറഞ്ഞു പോയല്ലോ, ഒരു വിഷയമല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും INTUC ഇവിടെ ഈ കേരളത്തിൽ മാത്രമായി മാറി നിൽക്കുക എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പൊതുവായിട്ടുള്ളൊരു മൂവ്മെൻറ്റിനെ, ഒരു സമരത്തെ പരാജയപ്പെടുത്തുന്നതിന് അത് ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് INTUC പങ്കെടുക്കുന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് തന്നെ ദേശീയ തലത്തിൽ മാധ്യമങ്ങൾ ഉയർത്താം. നിങ്ങളിവിടെ ദേശീയ തലത്തിൽ INTUC ഇതിനകത്ത് ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇല്ലല്ലോ എന്ന് ചൂണ്ടിക്കാണിക്കാം. അപ്പം ഞാൻ പറഞ്ഞത് സമരത്തിന് ആധാരമായ വിഷയങ്ങളും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളും വേറെയാണ്. സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേശീയ തലത്തിൽ ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ വാളയാർ ചുരത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറയുന്നത് വളരെ ഒരു വിചിത്രമായൊരു നിലപാടാണ് എന്ന് പറയാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഞാൻ അതിനകത്ത് NPC കൂടുതൽ കടന്നു പോവുകയല്ല, ഒരു വരി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഈ പല കാര്യങ്ങളിലും BJP സംഘപരിവാർ ഗവൺമെൻറ്റിനെ എതിർക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും അതിൻ്റെ പോഷക സംഘടനകളും എടുക്കുന്ന ആത്മാർത്ഥതയില്ലാത്ത നിലപാടുകൾ ഇന്ത്യയിൽ പല ഘട്ടത്തിലും ചർച്ച ചെയ്യപ്പെട്ടുള്ളൊരു വിഷയമാണ്. ഞാനിതിനെ നോക്കിക്കാണുന്നത് ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ BJP സർക്കാരിൻ്റെ നയസമീപനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം ഉയർത്തുന്നതിന്, അതിനെതിരെ സമരം ചെയ്യുന്നതിനുള്ള ആത്മാർത്ഥത
കോൺഗ്രസും അതിൻ്റെ പോഷക സംഘടനകൾ കാണിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വസ്തുനിഷ്ഠമായ ഒരു ഉദാഹരണം കൂടിയാണ് ഇത് എന്നാണ് ഈ ആമുഖമായി NPC ചോദിച്ച ചോദ്യത്തിന് ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. വളരെ ക്ലിയറാണ് ജോർജ് ജോസഫ്. ഞാൻ KN ഗോപിനാഥിലേക്ക് വരികയാണ്. താങ്കളിലേക്ക് ഈ ഘട്ടത്തിൽ അവസാനത്തെ അതിൽ വന്നതിൽ ക്ഷമിക്കുക. താങ്കളുടെ സംഘടനയുടെ അഭിപ്രായം ജനറൽ സെക്രട്ടറി എളമരം കരീമിൻ്റെ അഭിപ്രായമായി നേരത്തെ തന്നെ കൊടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഘട്ടത്തിൽ താങ്കളോട് ചോദിക്കുന്നത്, INTUC മാറിയുന്നു. INTUC മാത്രമല്ല, INTUC നയിക്കുന്ന ഒരു തൊഴിലാളി സംഘടന കൂട്ടായ്മയുണ്ട് കേരളത്തിൽ. അത് UDFT ആണ്. അത് INTUC ആണ് നയിക്കുന്നത്. ആ UDFTയിലെ സംഘടനകൾ മുഴുവൻ മാറി നിന്നു. എന്നു മാത്രമല്ല, ഈ സമരത്തിൽ നിന്ന് ഇന്ത്യയാകെ ജയിൽ നിറയ്ക്കുക എന്ന് ആഹ്വാനം ചെയ്തപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ജയിൽ നിറയ്ക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചതുപോലെ അവരിന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണകൾ നടത്തിയാൽ നമുക്കറിയാം അറസ്റ്റ് ചെയ്യില്ല, ജയിലിലേക്ക് കൊണ്ടുപോവില്ല. ജയിൽ സമരത്തിൽ നിന്ന് അവർ വിട്ടുനിന്നു എന്ന് പറയാൻ ഇടയായത് അങ്ങനെയാണ്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു സമരം അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വീക്ഷണത്തിലെങ്കിലും അത് ചന്ദ്രികയിലെങ്കിലും വരുമായിരുന്നു. അങ്ങനെ ഒരു സമരത്തിൻ്റെ അറിയിപ്പ് വീക്ഷണവും ചന്ദ്രികവുമാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ വന്നിട്ടുമില്ല. അവർ ഇതിൽ നിന്ന് നിന്നു എന്ന് മാത്രമല്ല, നിന്നില്ല എന്ന് പറയാൻ വേണ്ടിയെന്നോണം ഇങ്ങനെ ഒരു സമരവും നടത്തിയിരിക്കുന്നു. KN ഗോപിനാഥ്, താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുക ഇതിനോട്? INTUC ചെയ്തത് ശരിയാണോ? ഈ UDFൻ്റെ തൊഴിലാളി സംഘടനകൾ ചെയ്തത് ശരിയാണോ? പകരം അവർ സംഘടിപ്പിച്ച ധർണയെ താങ്കൾ എങ്ങനെ വിശേഷിപ്പിക്കും? INTUC ദേശീയ സംഘടനകൾ INTUCയുടെ അഖിലേന്ത്യാ നേതൃത്വം അടക്കം ആഹ്വാനം ചെയ്ത ജൂലൈ 29 പ്രധാനപ്പെട്ട ഒരു സമരമാണ് ഓഗസ്റ്റ് 10 ക്വിറ്റ് ഇന്ത്യ സമരം. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഒരു കസ്റ്റോഡിയൻ തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് സ്വാതന്ത്ര്യ സമരത്തിൽ. ആ ദിനത്തെ ഓർമ്മപ്പെടുന്ന വിധത്തിലേക്ക് ഇത്തരത്തിലുള്ളൊരു ജയിൽ നിറയ്ക്കൽ സമരം ആഹ്വാനം ചെയ്തപ്പോൾ അതിൽ നിന്ന് മാറി നിന്ന് ഇന്ന് കേരളത്തിൽ ചന്ദ്രശേഖരൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുവനന്തപുരത്ത് നാളെയും ഇന്ന് മറ്റു ജില്ലകളിലുമായി ഒരു ധർണ നടത്തി എന്ന് പറയുന്നു. ഏതാണ്ട് ഗറില്ല സമരം പോലെയാണ്. ഒരു മനുഷ്യനോട് പറയാതെ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ ഈ പരിപാടി ശുദ്ധമായി തൊഴിലാളി വർഗത്തിന് അപമാനമാണ്. ഇത് തൊഴിലാളി വർഗത്തിന് മാത്രമല്ല, INTUCയുടെ മെമ്പർമാർ യഥാർത്ഥത്തിൽ INTUCയുടെ നേതൃത്വത്തെ തള്ളിപ്പറയുന്നത് അധികം വിദൂരമല്ലാത്തൊരു ഭാവി ആ കാര്യത്തിലുണ്ട് എന്നുള്ളത് കൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. പിന്നെ ചന്ദ്രശേഖരൻ നേരത്തെ മറ്റുള്ളവരോട് ചർച്ച ചോദിച്ചപ്പോൾ BJP നേതാവിനോട് അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞു, ഞാൻ BJP അല്ല, BMS അല്ല എന്ന് പറഞ്ഞ സഹയാത്രികൻ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. INTUC മാറി, അദ്ദേഹം BJP നേതാവല്ല, ആയിക്കോട്ടെ, സഹയാത്രികനാണ്, സ്വതന്ത്ര നിരീക്ഷകൻ എന്ന നിലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ BJP അനുകൂല വ്യക്തിയായിട്ടാണ് ഇവിടെ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത്. അതെ, അദ്ദേഹം വ്യക്തിഗതമായി ആണെങ്കിൽ പോലും പറഞ്ഞത് ഞാൻ കേട്ടു. INTUC കേരളത്തിൽ നിന്ന് മാറിയത് യഥാർത്ഥത്തിൽ കേന്ദ്ര നയങ്ങൾ അതിനോടെല്ലാം യോജിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. ഞാൻ ചന്ദ്രശേഖര എത്ര അന്വേഷിച്ചാലും കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ BJP ഗവൺമെൻറ്റിനെതിരെ പ്രതികരിക്കാത്ത ഒരു സംഘടന, അത് INTUC ആകട്ടെ കോൺഗ്രസ് ആകട്ടെ, അത് നല്ല കാര്യമാണെന്നല്ലാതെ BJPയിൽ നിന്ന് വേറൊരു അഭിപ്രായം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതൊരിക്കലും ഉണ്ടാവില്ല. BJPയും കോൺഗ്രസും തമ്മിൽ ഏറെക്കുറെ പരസ്പര ബന്ധമായി കേരളത്തിൻ്റെ ഇടതുപക്ഷ ബദൽ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അന്ന് BJPക്ക് കേന്ദ്ര നേതൃത്വത്തിന് വല്ലാത്ത ചില പരിഭവങ്ങളുണ്ടായിരുന്നു. അവരാഗ്രഹിക്കുന്ന എല്ലാം കേരളത്തിൽ നടക്കുന്നില്ല. ഇപ്പോൾ അതെല്ലാം നടക്കാനുള്ള ഒരു ചെറിയ വഴി ഒരുക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ INTUCയുടെ ആ നിലപാട് വിചിത്രമായി നമുക്ക് നോക്കേണ്ട കാര്യമില്ല. INTUC തൊഴിലാളി സംഘടനകളിൽ തീർച്ചയായിട്ടും തൊഴിലാളി സംഘടന INTUC എന്ന് പറയുന്നാൽ വലിയ ജനാധിപത്യ സംഘടനയാണ്, അത് രാഷ്ട്രീയ പ്രേരിതമല്ല, വർഗരാഷ്ട്രീയത്തിൽ ഊന്നിയാണെന്നൊക്കെ പറയുന്നു. CITU വർഗരാഷ്ട്രീയ സംഘടനയാണ്. CITUവിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല. അപ്പോൾ INTUC രാഷ്ട്രീയ പ്രേരിതമായി ദേശീയ തലത്തിൽ INTUC പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സമരത്തിൽ നിന്ന് ഇവിടെ മാറി നിൽക്കുന്നത്, അതിനെ സംബന്ധിച്ച് ദേശീയ INTUCയുടെ നേതൃത്വം മറുപടി പറയണം. ജനങ്ങളോടും തൊഴിലാളികളോടും വിശദീകരണം പറയണം. എന്തുകൊണ്ടാണ് കേരളത്തിൽ INTUC ഇങ്ങനെ മാറുന്നത്? കേരളം ഒരു ഇന്ത്യയിൽ നിന്ന് മാറിയ ഒരു തുരുത്താണോ? ഈ നയങ്ങളും ഈ ലേബർ കോഡുകളെയും എതിർക്കുമ്പോൾ കേരളത്തിനകത്ത് ഈ ലേബർ കോഡിൻ്റെ ഭാവി എന്താണ്? ഈ കാര്യത്തെ സംബന്ധിച്ച് INTUCയുടെ നേതൃത്വം, സംസ്ഥാന നേതൃത്വം മാത്രമല്ല അഖിലേന്ത്യാ നേതൃത്വം തന്നെ മറുപടി പറയണം. ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ
INTUC അംഗീകരിക്കുന്നുണ്ടോ എന്ന് പറയണം. ഓരോ സ്റ്റേറ്റുകൾക്കും അവരുടെ വിഘടന രൂപത്തിൽ നിലപാടെടുക്കാനുള്ള അനുവാദമുണ്ടോ? ഇത് ശരിയായൊരു നടപടിയല്ലല്ലോ. അതുകൊണ്ട് INTUC കാണിച്ചത് വർഗവിരുദ്ധ നിലപാടാണ്, തൊഴിലാളി വർഗം അംഗീകരിക്കാത്ത നിലപാടാണ് കേരളത്തിലെ INTUC കാണിച്ചിട്ടുള്ളത്. ഞാൻ മിഥുനിലേക്ക് വരികയാണ്. മിഥുൻ, നമുക്ക് സമരത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇങ്ങനെയൊരു സമരം എന്തായാലും കേന്ദ്ര ട്രേഡ് യൂണിയനുകളും അതുപോലെ തന്നെ കർഷക സംഘടനകളും ചേർന്ന് ഇങ്ങനെയൊരു സമരം കാഴ്ചവെച്ചിരിക്കുന്നു. അത് ഇന്ത്യയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. കുറേ പേര് എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ രംഗത്ത് വരികയും അറസ്റ്റ് വരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ സമരം നടന്നിരിക്കുന്നു. ആ സമരത്തെ താങ്കൾ തള്ളി പറയുമോ? നോക്കൂ, അതിലെ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട്, പല കാര്യങ്ങളോടും വിയോജിപ്പുണ്ട്. പക്ഷെ എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച വ്യക്തി എനിക്കൊരു BJP നേതാവിന്റെ പട്ടം എന്തായാലും ചാർത്തി തന്നതിന് നന്ദി. അങ്ങനെ ഒരു നേതാവാകാൻ ഞാനിപ്പോ ആഗ്രഹിച്ചിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു നേതാവ് ആക്കിയതിന് സന്തോഷം. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം, ഇവിടെ INTUCയുടെ നിലപാട് പലപ്പോഴും BJPയുമായി ചേർന്ന് പോകുന്നുണ്ടെന്നാണ്. അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്ടിലൂടെ നോക്കുമ്പോൾ ഒരു പ്രശ്നമാണ്. കാരണം INTUC എന്ന് പറയുന്നത് നിൽക്കുന്ന ഒരു പൊസിഷൻ എന്താണ്, ഇവിടുത്തെ UDF LDF ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ രാജ്യത്തുള്ള ഇന്ത്യ ബ്ലോക്കിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്റേണൽ റിഫ്റ്റിലൂടെ മാത്രം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പോസിഷൻ അലയൻസ് ആണ്. അതിന്റെ ഒരു ഫാക്ഷൻ ഇവിടെ ഡയറക്റ്റ് റൈവലായി കാണുന്നത് അവരുടെ നാഷണൽ ലെവലിൽ ഒരു അലൈനെയാണ്. അപ്പൊ അത് അവരുടെ കുഴപ്പമല്ലേ, അതിലെവിടുന്ന BJP അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടി വരുന്നത്? അപ്പൊ നിങ്ങളുടെ ഒരു അലയൻസ് ശക്തമല്ല, നിങ്ങൾക്ക് കേന്ദ്രത്തിലും ശക്തമല്ല, ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ പുറത്തും ശക്തമല്ല, കേരളത്തിനകത്ത് എന്തായാലും വലിയ റൈവൽ ഗ്രൂപ്പ്സ് ആണ് ഇവർ. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും ഇവിടെ യോജിപ്പ് കാണിക്കാൻ പറ്റില്ല പല കാരണങ്ങളാലും. ഈ രണ്ട് കക്ഷികളും ഭയങ്കര ഗംഭീര ആളുകളാണെന്നല്ല പറയുന്നത് കേട്ടോ. കാരണം ഇടതുപക്ഷം ഭരിച്ച് നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഈ നാടിനെ എവിടേക്ക് എത്തിച്ചു എന്നുള്ളത് നമുക്കറിയാം. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചർച്ച ചിലപ്പം വഴിതിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയങ്ങളിലേക്ക് പോകാത്തത്. പക്ഷെ അദ്ദേഹം ചോദിച്ച കാര്യം ഇതാണ്, ഇപ്പം BJPയും കോൺഗ്രസും തമ്മിൽ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞു വെച്ചാൽ അതിന് എനിക്ക് ഒരൊറ്റത്തരേ പറയാനുള്ളൂ. കാരണം ഓപ്പോസിഷന് പ്രത്യേകിച്ച് അവർക്ക് ഉള്ളിലൊരു ധാരണയില്ല, അല്ലാതെ ഭരണകക്ഷിയുമായിട്ടൊരു ധാരണയിലേക്ക് എത്തുകയല്ല. അവർക്ക് ഉള്ളിലുള്ള റിഫ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിച്ച് നോക്കിയാൽ മാത്രം മതി. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് INTUC മാറി നിന്നൊരു കാരണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തുകൊണ്ടും വിഷയത്തിന്റെ ഈ മെയിൻ കാര്യങ്ങളിലേക്ക് വരുന്നില്ല. അതിലൊന്ന് ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇതിനു മുമ്പും ഇവിടെ ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണ്. അതിന് നമ്മൾ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ലേബർ കോഡ്സ്, അതിൽ ഒന്നാമത്തെ കാര്യം ഈ ഫ്ലോർ വേജ് എന്നൊരു കണ്ടീഷനാണ് അവർ പറഞ്ഞത്, അല്ലെ? ഒരു മിനിമം ഫ്ലോർ വേജ് വേണമെന്ന് ഗവൺമെന്റ് ഉറപ്പുവരുത്താൻ ആഗ്രഹിക്കുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ ലേബേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഫ്ലോർ വേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനും അതിന്റെ താഴേക്ക് വരാൻ പറ്റില്ല. മാത്രമല്ല അതിലൊരു പ്രത്യേക കണ്ടീഷനും ഉണ്ട്. ഇപ്പൊ ചില സ്റ്റേറ്റ്സിൽ അത് കൂടുതലായിരിക്കും ഫ്ലോർ വേജ്, മിനിമം ഫ്ലോർ വേജ് ഇപ്പൊ ഒരു സെർട്ടൺ എമൗണ്ട് ആണെങ്കിൽ ചില സ്റ്റേറ്റ്സിൽ ഓൾറെഡി അത് മുകളിലായിരിക്കും. അങ്ങനെ മുകളിൽ നിൽക്കുന്ന സ്റ്റേറ്റ്സിന് താഴേക്ക് കൊണ്ടുവരാനും സാധിക്കില്ല. അപ്പൊ പിന്നെ എന്താണ് അതിലെ പ്രശ്നം? അപ്പൊ നിങ്ങൾ എന്തിനു ഉദ്ദേശിച്ചാണ് ഈ ഒരു വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? എനിക്ക് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഫ്ലോർ വേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് ഇത്രയും വലിയ പ്രശ്നം? ഫ്ലോർ വേജ് നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയും വലിയ ഇഷ്യൂ ആയി മാറിയത്? നിങ്ങൾ അതിനെ വേണ്ടി സംസാരിക്കുന്ന ആളാണ്. ഇനി അദ്ദേഹം ഒരു പക്ഷേ പറയുകയാണ്, നാളെ ഇൻഫ്ലേഷൻ വന്നിട്ട് എന്താ പറയുക, ഇത് കൂടിക്കഴിഞ്ഞാൽ സാധാരണക്കാരന് അല്ലെങ്കിൽ ഈ ആളുകൾക്ക് ഇത് പ്രശ്നമായി മാറും, അല്ലെങ്കിൽ ലേബേഴ്സിന് ഇത് പ്രശ്നമായി മാറും എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ പോലും, ഞാൻ അസ്യൂം ചെയ്യാട്ടോ അദ്ദേഹം ആ ഒരു പൊസിഷൻ എടുക്കുമെന്ന്, അങ്ങനെയാണെങ്കിൽ പോലും അത് CPI-യുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സുമായിട്ട് ഡയറക്ട്ലി ലിങ്ക് ചെയ്തിട്ടാണ് ഈ മിനിമം വേജിനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഫ്ലോർ വേജ് ഒരിക്കലും ഒരൊറ്റ ഫിക്സ്ഡ് ലെവലിൽ നിൽക്കില്ല. ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിലും ഫ്ലോർ വേജും കൂടും. അപ്പൊ അവിടെ എന്താണ് പ്രശ്നം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? മാത്രമല്ല ഈ ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റിയിൽ ട്രേഡ് യൂണിയൻ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, പല എംപ്ലോയേഴ്സ് ഉണ്ട്, പിന്നെ ലേബർ എക്സ്പേർട്സ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇരുന്നിട്ടാണ് ഈ കാര്യം തീരുമാനിക്കുന്നത്. പിന്നെ ജോഗ്രഫിക്കൽ വേരിയേഷൻ അനുസരിച്ച് ഈ ഫ്ലോർ വേജ് പല സ്ഥലത്തും പലതായിരിക്കും. കാരണം പല ഫ്ലോർ വേജസ് ആയിരിക്കും ഓരോ ജോഗ്രഫിക്കൽ റീജൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് അനുസരിച്ചുള്ള. അപ്പോൾ ഒരു ഫിക്സ്ഡ് ഫ്ലോർ വേജ് എന്ന ഒരു കണ്ടീഷൻ ഇവിടെയും ഇല്ല. മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റിന് മിനിമം ഫ്ലോർ വേജ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറയ്ക്കാനോ ഒന്നും പറ്റുകയില്ല. അപ്പൊ എന്തിനാണ് ഈ പ്രശ്നം നടക്കുന്നത്? ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ വർക്കേഴ്സിന്റെ കൗണ്ട്, അതായത് ഈ ലേ ഓഫ് ചെയ്യാൻ പറ്റുന്ന വർക്കേഴ്സിന്റെ കൗണ്ട് കൂട്ടി, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ പറയാതെ പോകുന്ന ഒരു കാര്യം, ഇവിടെ ഈ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന നമ്മുടെ ലേബർ ലോസ് വെച്ച് പോവുകയാണെങ്കിൽ പെർമനന്റ് വർക്കേഴ്സ് എന്നൊരു കൾച്ചറിലേക്ക് പല ഫാക്ടറീസും അല്ലെ പല ഇൻഡസ്ട്രീസും മാറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ ആ ഒരു
എന്താ പറയുക കോൺട്രാക്ട് ലേബേഴ്സിനെ കൊണ്ടുവന്നിട്ട് പല രീതിയിലുള്ള എംപ്ലോയ്മെന്റ്സ് നടത്തിയിട്ട് എംപ്ലോയീസിന്റെ ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ലേബേഴ്സിന്റെ ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു സംഗതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു സമരം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. മീൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, കാരണം ഈ പറഞ്ഞ പോലെ ഒരു ഹയർ ആൻഡ് ഫയർ കൾച്ചർ ഒക്കെ വരാൻ പോകുന്നു എന്നുള്ള. പക്ഷെ അതിന്റെയും ഏതൊരു നിയമത്തിനും അതിൻ്റെതായിട്ടുള്ള ലൂപ്പ് ഹോൾസോ അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അപ്പൊ രണ്ടും വിലയിരുത്തിയിട്ട് വേണ്ടേ നമ്മൾ പറയാം. നിങ്ങളുടെ പ്രധാന പ്രശ്നം ഇതാണെങ്കിൽ അതിൽ മറ്റൊരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്, വർക്കറിന് വേണ്ടി. അതൊന്ന് ചുരുക്കി താങ്കളുടെ വാദം അവതരിപ്പിക്കും. അല്ല, എന്റെ വാദം ഇതാണ്. കാരണം നിങ്ങൾക്ക് എന്താണ് ഇതിലെ പ്രശ്നം? ഇനി നിങ്ങളുടെ പ്രശ്നം എന്താണ്? നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി കോഡ് വലിയ പ്രശ്നമാണ്. ഇത്രയും കാലം ഈ പറഞ്ഞ സൊമാറ്റോ, സ്വിഗ്ഗി, ഊബർ, ആമസോൺ ഇതിലൊക്കെയുള്ള ആളുകൾ, ഞാൻ ഈ വെയർ ഹൗസിലൊക്കെ നേരിട്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ്. കാരണം അവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല. ഇങ്ങനത്തെ ഗിഗ് വർക്കേഴ്സിനെ ഇവരൊക്കെ തന്നെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായി മാറുകയാണ്. നിങ്ങൾ പറയാണ് ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള ബജറ്ററി അലോക്കേഷൻ നടത്തണം. നേരെ മറിച്ച് ഗവൺമെന്റ് അവിടെ ഒരു എന്താ പറയാ ഒരു കമ്പനിയുടെ, അതായത് ഇത്രയും വലിയ വലിയ കമ്പനീസ് അല്ലേ, അവരുടെ ആനുവൽ ടേൺ ഓവറിന്റെ 2% വരെ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടായി മാറ്റിവെക്കണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രശ്നമാണോ? അപ്പൊ എവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം? ആ പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് സമരം ചെയ്യുന്നു. കോൺഗ്രസ് കൂടെ നിൽക്കുന്നില്ല, ഈ പറഞ്ഞ പോലെ. ഇതാണോ നമ്മുടെ യഥാർത്ഥ പ്രശ്നം? എന്തിനു വേണ്ടിയാണ് സമരം നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിഷയമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പക്ഷേ ചർച്ച ചെയ്യാൻ പറ്റും. ഇത് വെറുമൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും മെറിറ്റുള്ള ഒരു ചർച്ചയാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആയിക്കോട്ടെ, വരട്ടെ. ഞാൻ കെ എൻ ഗോപിനാഥിലേക്ക് വരികയാണ്. ഇതിൽ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും, ഇന്നത്തെ തൊഴിലാളി കർഷക സമരം മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും അർത്ഥശൂന്യമാണ് എന്ന് വാദിച്ചുകൊണ്ട് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് പറയുന്നു, എന്തിനു വേണ്ടിയാണ് സമരം? ഒന്നിനുമല്ലായ്മയ്ക്ക് വേണ്ടിയാണ്. ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ചില ലൂപ്പ് ഹോൾസ് പുതുതായി കൊണ്ടുവരുന്ന നിയമത്തിൽ വെച്ചുകൊണ്ടാണ് സമരം എന്ന് പറയുന്നു. എന്തിനു വേണ്ടിയാണ്? ദീർഘമായ അവകാശ പത്രിക ഉണ്ട് എന്നറിയാം, അത് മുഴുവൻ വിശദീകരിക്കാനാവില്ല. പക്ഷേ അതിൻ്റെ ഒരു സത്ത എന്താണ്? അതിൻ്റെ ആത്മാവ് എന്താണ്? എന്ത് കാര്യത്തിന് വേണ്ടിയാണ് തൊഴിലാളികൾ, കർഷകർ ഞങ്ങൾ ജയിലിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി ഒരു പ്രക്ഷോഭം നയിക്കാൻ പോകുന്നത്? അതിൻ്റെ തുടക്കമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. കെ.എൻ.ജി. വിതുൻ വിജയകുമാർ ഇവിടെ ചൂണ്ടിക്കാണിച്ച ലേബർ കോഡ് സംബന്ധിച്ചുള്ള 4 ലേബർ കോഡുകളും അദ്ദേഹം സ്പർശിച്ചുപോയി. ഒന്നുപോലും തൊഴിലാളി വിരുദ്ധമല്ല, തൊഴിലാളിക്ക് മെച്ചം ഉണ്ടാവുമെന്നാണെന്ന് പറഞ്ഞത്. വാസ്തവത്തിൽ BMSൻ്റെ ആർഗ്യുമെൻ്റ് പോലും അദ്ദേഹം തള്ളിക്കളയുക. BMS 2 ലേബർ കോഡുകളെ നഖശികാന്തം എതിർക്കുന്നു എന്നാണ് ഈ നിമിഷം വരെ അവർ പറഞ്ഞിട്ടുള്ളത്. അവർ സെൻട്രൽ ഗവൺമെൻറ്റിന് 28 ഒബ്ജക്ഷൻസ് ഈ ലേബർ കോഡിനെ സംബന്ധിച്ച് അവരവിടെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അത് ബ്രിക്സ് ഉച്ചകോടി കഴിഞ്ഞാൽ ഉടനെ ചർച്ച ചെയ്യുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി പറഞ്ഞിട്ടുണ്ടെന്ന് BMS പറഞ്ഞു. അപ്പോൾ BMSന് പോലും ഇല്ലാത്തൊരഭിപ്രായം അദ്ദേഹം BMSന് കാരനല്ല എന്നുകൊണ്ട് പറയാം. ഞങ്ങൾ ഈ 4 കോഡുകളും തൊഴിലാളി വിരുദ്ധമാണെന്ന് അഭിപ്രായമുള്ള ഈ 4 കോഡുകളും തൊഴിലാളി വിരുദ്ധമാണെന്ന് അഭിപ്രായമുള്ളവരാണ്. ഞങ്ങൾ 52 ഒബ്ജക്ഷൻസ് കേന്ദ്ര ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഞങ്ങൾ ഇപ്പോൾ റൂൾസ് വന്നതിന് ശേഷം നടപ്പാക്കാൻ വേണു എന്നുള്ളതിൽ ട്രേഡ് യൂണിയനുകളെ വിളിച്ച് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ജസ്റ്റിസ് ഗോപാൽ ഗൗഡ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ഗവൺമെൻറ് പോസ്റ്റ് ചെയ്ത എക്സ്പേർട്ട് കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സമവർത്തി പട്ടികയിലുള്ള തൊഴിൽ നിയമത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞ് 52 ഒബ്ജക്ഷൻസ് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. റൂൾസ് ഫ്രെയിം ചെയ്യുമ്പോൾ നിലവിലുള്ള കോഡിൽ നിന്ന് നമുക്ക് തൊഴിലാളികളെ പരമാവധി സംരക്ഷിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം എടുക്കാം, വേജ് കോഡ് കേന്ദ്ര ഗവൺമെൻറ് ലേബർ കോഡിൽ വേജ് കോഡിൽ പറയുന്നത് യൂണിഫോം വേജ് കോഡെന്നാണ്. ഇപ്പോൾ ആശുപത്രി ജീവനക്കാർ സമരം ജൂബിലി ഹോസ്പിറ്റലിലേക്ക് ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഹൈക്കോടതി എന്താ പറഞ്ഞത്? പുതിയ കോഡ് വന്നത് കേരള ഗവൺമെൻറ് അറിഞ്ഞില്ലേ? മിനിമം വേജസ് ആക്ട് 1948 അത് ഇല്ലാതെ പോയി. അതുകൊണ്ട് ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും അതാത് സ്റ്റേറ്റിലെ ജീവിത സാഹചര്യം അനുസരിച്ച് തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള മിനിമം വേജസ് ഉണ്ടാക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മിനിമം വേജസ് നടപ്പാക്കിയിട്ടുള്ള സ്റ്റേറ്റാണ് കേരളം. മാസം 26,000 രൂപ. അതിപ്പോൾ 42,000 ആക്കണമെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിനോട് നമ്മൾ ഈ പണിമുടക്കിലൂടെ ഈ പ്രക്ഷോഭ സമരത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, സംയുക്ത ട്രേഡ് യൂണിയനുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച അൺസ്കിൽഡ് ലേബറിൻ്റെ 175 രൂപ, അതാണ് ഫ്ലോർ ലെവൽ വേജസ്. 222 രൂപ, അതാണ് ഇന്നത്തെ ഫ്ലോർ ലെവൽ വേജസ്. അതാണോ യൂണിഫോം വേജസ് ആയിട്ട് നല്ലതാണെന്ന് പറയുന്ന വേജസ് ആയിട്ട് വരാൻ പോകുന്നത്?
കേരളത്തിൽ ഇപ്പം തന്നെ 900-1200 രൂപ വേജസ് മിനിമം വേജസ് കൊടുക്കുന്നുണ്ട്. അതായിരിക്കുമോ യൂണിഫോം വേജസ്? ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിൽ ഉയർന്ന വേജസ് ഉണ്ടെങ്കിൽ അതായിരിക്കുമോ യൂണിഫോം വേജസ്? അതോ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നതായിരിക്കുമോ യൂണിഫോം വേജസ്? ഇത് സംബന്ധിച്ച ക്ലാരിഫിക്കേഷൻ വേണം. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് അത് പറയേണ്ടത്. അത് ചാനൽ ചർച്ചയ്ക്കകത്ത് ആരെങ്കിലും ഒരാൾ ഇരുന്നിട്ട് ഒരു നിരീക്ഷകൻ എന്ന അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അത് ആ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. മറ്റൊരു കാര്യം, സോഷ്യൽ സെക്യൂരിറ്റി കോഡ്. അദ്ദേഹം പറയുന്നു ഇന്ത്യയിലെ ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിനെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ഗിഗും പ്ലാറ്റ്ഫോം വർക്കേഴ്സിനെ സോഷ്യൽ സെക്യൂരിറ്റി കോഡിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതല്ലാതെ എന്ത് സോഷ്യൽ സെക്യൂരിറ്റിയാണെന്ന് അവർക്ക് പറഞ്ഞിട്ടില്ല. അവരോട് ആ കാര്യത്തിൽ യാതൊരു കാര്യവും അതിനകത്ത് പറഞ്ഞിട്ടില്ല സോഷ്യൽ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം. അതേ സമയം ഗ്രാറ്റുവിറ്റി ആക്ട്, പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട്, ബോണസ് ആക്ട് തുടങ്ങിയിട്ടുള്ളത് നിലവിൽ ഒരു തൊഴിലാളി ഉണ്ടെങ്കിലും ബോണസിന് എലിജിബിലിറ്റി ഉണ്ട്. ഇനി 20 തൊഴിലാളി ഉണ്ടെങ്കിൽ അല്ലാതെ ബോണസിന് 19 തൊഴിലാളി ആയാൽ എലിജിബിലിറ്റി ഇല്ല എന്നാണ് കോഡ് പറയുന്നത്. അതുകൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത്? യാതൊരു വിധത്തിലും ഗുണം ചെയ്യുന്ന കാര്യമല്ല സോഷ്യൽ സെക്യൂരിറ്റി കോഡ്. അതുപോലെ ESIയുടെ ലിമിറ്റ് എന്നുള്ളത് 21,000 രൂപയാണ്. അത് യഥാർത്ഥത്തിൽ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായി വർദ്ധിപ്പിച്ച് കൂടുതൽ തൊഴിലാളികളെ അതിനകത്തേക്ക് കയറ്റാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം ഈ ലേബർ കോഡിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. ഇതിനേക്കാൾ എല്ലാം ഉപരി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, ഫാക്ടറീസ് ആക്ട് തുടങ്ങിയിട്ടുള്ളത് ബാധകമാകുന്ന എവിടെയാണ്? ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ, അതുപോലെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്. ഈ 2 കോഡ് എടുത്താലും നിലവിൽ കരാർ തൊഴിലാളിയാണെങ്കിൽ 20 പേരുണ്ടെങ്കിൽ യൂണിയൻ ഉണ്ടാക്കാം. ഇനി 50 പേരുണ്ടെങ്കിലേ യൂണിയൻ ഉണ്ടാക്കാൻ പാടുള്ളൂ. എവിടെയാണ് അത് നല്ലതാവുക? 10 തൊഴിലാളി ഉണ്ടെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാം. കൂട്ടായ വിലപേശാനുള്ള അവകാശം, സ്വതന്ത്രമായി സംഘടിക്കാനുള്ള അവകാശം. ILO നിർദ്ദേശപ്രകാരം ഇന്ത്യൻ പാർലമെൻറ്റ് റാറ്റിഫൈ ചെയ്തിട്ടുള്ള ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുകയാണ്. ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ്, ELI സ്കീം എന്ന് പറഞ്ഞ നിശ്ചിതകാല തൊഴിലിനെ സ്റ്റാൻഡിംഗ് ഓർഡർ ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. 1978 ഇൻ്റർസ്റ്റേറ്റ് മൈഗ്രൻ്റ് ലേബർ ആക്ടിന് പ്രത്യേക ലൈസൻസ് വേണം അവരെ റിക്രൂട്ട് ചെയ്യാൻ. ഇന്നിപ്പോൾ ഒരു ലൈസൻസും വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഉടമകൾക്ക് നെഗോഷിയേഷൻ കൗൺസിലിനകത്ത് ആരെയാണ് പ്രതിനിധിയാക്കാൻ തീരുമാനിക്കേണ്ടത് എന്ന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാമെന്നുള്ള നിലയിൽ അവകാശം വന്നിരിക്കുന്നു. ഒരു കമ്പനി അടച്ചുപൂട്ടാനോ ലോക്കൗട്ട് ചെയ്യാനോ ലേ ഓഫ് ചെയ്യാനോ 100 തൊഴിലാളി ഉണ്ടെങ്കിൽ അതാത് ഗവൺമെൻറ്റിന് അനുവാദം വേണമെന്നുള്ളത് ഇനി 300 വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഗവൺമെൻറ്റുകൾക്ക്, അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ്റുകൾക്ക് വേണമെങ്കിൽ 500 പറയുന്നു. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് മിസ്റ്റർ മിഥിൻ. അതുകൊണ്ട് ഞങ്ങൾ ട്രേഡ് യൂണിയനുകൾ വെറുതെ കയറി എതിർക്കുന്നതല്ല, മനസ്സിലായില്ലേ? പൊട്ടക്കണ്ണം മാവുമേറിയുന്ന പോലെ അറിയണതല്ല. കൃത്യമായി 52 ഒബ്ജക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ ഒബ്ജക്ഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ അല്ലല്ലോ ഇന്ത്യയിലെ ഏക സ്റ്റേറ്റായിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് മന്ത്രി ശിവൻകുട്ടി തൊഴിൽ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ലേബർ കോൺക്ലേവ് വെച്ചു. ഇപ്പോൾ ബിന്ദു കൃഷ്ണ മീറ്റിംഗ് വിളിച്ചു ഇതുമായി ചർച്ച ചെയ്യാനായിട്ട്. INTUCയും BMS പറഞ്ഞല്ലോ ജസ്റ്റിസ് ഗോപാല ഗൗഡ കമ്മിറ്റി റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിനകത്ത് റൂൾസ് ഫ്രെയിം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. ഈ 4 കോഡുകളും കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നതെല്ലാം നല്ലതാണെങ്കിൽ എന്തിനാണ് ഈ വൃഥാ വ്യായാമം? എന്തിനാണ് ഈ എക്സർസൈസ്? അതുകൊണ്ട് അത് തൊഴിലാളികളോട് പറയൂ. അത് മുഴുവൻ നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. അതിൻ്റെ ഒരു ജസ്റ്റ് എടുത്ത് ചർച്ച ചെയ്യാനാണ്. എന്തായാലും തൊഴിലാളികൾക്ക് പ്രതിഷേധത്തിനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഞാൻ കോൺഗ്രസിൻ്റെ പ്രതിനിധി ബി റജിയിലേക്ക്, കോൺഗ്രസ് സഹയാത്രികൻ ബി റജിയിലേക്ക് വരികയാണ്. അത് നിങ്ങൾ ഉൾപ്പെട്ട INTUC ഉൾപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെട്ട ആ ചേരിക്ക് മാത്രമല്ല, ഭരണകക്ഷിയായ BJPയുടെ BMSന് പോലും ആവലാതിയുണ്ട്. അവർ 17-ന് ദേശവ്യാപക സമരവുമായി രംഗത്ത് വരികയാണ്. ആവശ്യങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കാം, 2 ചേരികളാണല്ലോ, എങ്കിൽ പോലും അവരും അസംതൃപ്തരാണ്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളികളും അസംതൃപ്തരാകുന്ന, അവർ ഞങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാലത്ത് വന്നു നിൽക്കുകയാണ്. ഈ സമരത്തെ അതിൻ്റെ ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് എങ്ങനെ കാണുന്നു? നോക്കൂ, തീർച്ചയായിട്ടും നോക്കൂ ശ്രീ NBC, കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളെ തുടക്കം മുതൽ എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ കക്ഷിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. കേരളത്തിലെ പോലെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് CPM എന്ന സംഘടന, കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടന, അവരോടൊപ്പം ഈ കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന UDF ഭരിക്കുന്ന ഘട്ടത്തിൽ അവരോടൊപ്പം സമരത്തിന് ചേർന്നില്ല എന്നുള്ള ആവലാതി പറയുന്നതിൽ കഥയില്ല. അവരോടൊപ്പമല്ല സാർ, കാരണം INTUC ചേർന്ന് ആഹ്വാനം ചെയ്ത ദേശീയ തലത്തിൽ ആഹ്വാനം ചെയ്തതാണ്. അവരോടൊപ്പം ചേരുന്നതല്ല, ദേശീയ തലത്തിൽ സ്വന്തം സംഘടന ആഹ്വാനം ചെയ്ത സമര രൂപത്തിൽ നിന്ന് INTUC വിട്ടുനിന്നതാണ് ചർച്ച ചെയ്തത്. INTUC വിട്ടുനിന്നതാണ്.
ദേശീയ നേതൃത്വത്തോട് പറയേണ്ട കാര്യങ്ങൾ ജനങ്ങളോട് പറയേണ്ട സ്ഥിതിയിൽ INTUC എത്തിയത്. അതിലേക്ക് പോകല്ലേ. ഇപ്പോൾ അതിൻ്റെ അവകാശങ്ങളാണ്, തൊഴിലാളികളുടെ അവകാശങ്ങൾ. എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ നേതാവ് അശോക് സിംഗ് ഇന്ന് ജന്തർ മന്ദിറിൽ വന്ന് അവിടെ സമരം ചെയ്യുന്ന ഇവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്? അതെന്ത് ഐക്യദാർഢ്യമാണ് ഈ തൊഴിലാളികൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചത്? അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അങ്ങക്ക് എന്ത് പറയാനുണ്ട്? അതാണ് അറിയേണ്ടത് ഈ ഘട്ടത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത് ശ്രീ NBC. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ഇന്ത്യ മഹാരാജ്യത്തിലെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മുന്നണി പോരാളിയായി BJPയുടെ കേന്ദ്ര നയങ്ങൾക്കെതിരെ, സാമ്പത്തിക നയങ്ങൾക്കെതിരെ, തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അതിശക്തമായി പോരടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അവിടെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന CPM അവരോടൊപ്പം ഇവിടെ കേരളത്തിൽ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് നമ്മളൊരു കുറ്റാരോപണമായി കൊണ്ടുവരരുത്. പ്രാദേശികമായി ചില നയങ്ങളുടെ അടിസ്ഥാനത്തിൽ നേതൃത്വം അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. കഴിഞ്ഞ സർക്കാരിന്റെ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷം ഇവിടെ കേരളത്തിൽ LDF സർക്കാർ ഭരിക്കുമ്പോൾ സർവീസ് സംഘടനകൾ എത്രയോ പ്രാവശ്യം ഇടതുപക്ഷ സർവീസ് സംഘടനകളെ യോജിച്ച പ്രക്ഷോഭത്തിന് ക്ഷണിച്ചിരുന്നു. അവരാരും അതിന് തയ്യാറായിരുന്നില്ല. അപ്പോൾ ചില രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകമായ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിശക്തമായിട്ട് ഈ BJPയുടെ നയങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ട് നിശിതമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിലും പുറത്തും വിമർശനം ഉന്നയിക്കുകയും ഇന്ത്യയിലെ വിവിധ തൊഴിലാളി പാർട്ടികളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് BJPക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുന്ന കോൺഗ്രസ് മൃദു സമീപനമാണ് അവരോടൊക്കെ സ്വീകരിക്കുന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾ, നമ്മുടെ പ്രേക്ഷകർ തന്നെ അതിശയിച്ചു പോകും. ഇവിടെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ BJP സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളുടെ ഭാഗമായി ഇന്ത്യയിൽ ഉയർന്നു വരുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ബീഹാറിലെ ബന്ദിപ്പൂരിലും അതുപോലെ മധ്യപ്രദേശിലെ ദതിയയിലും ഒക്കെ BJP വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്? അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ അസംതൃപ്തരാണ്. ഇന്ത്യയിലെ തൊഴിലാളി വർഗം 60% വരുന്ന തൊഴിലാളി വർഗം അസംതൃപ്തരാണ്. നോക്കൂ, ഒരു കാര്യം നേരത്തെ ശ്രീ ബഹുമാനായ മിഥുൻ വിജയകുമാർ സൂചിപ്പിക്കുകയുണ്ടായി, എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ കാലത്ത് ഇതൊക്കെ ചെയ്തുകൂടാ എന്ന്. ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വെറും 32 വയസ്സായിരുന്നു ആയുർദൈർഘ്യം. 80% ആളുകൾ പട്ടിണിക്കാരായിരുന്നു. അവരെ 60 വർഷക്കാലത്തെ ഭരണം കൊണ്ട് അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കി വലിയ നല്ലൊരു ജീവിക്കാൻ കഴിയുന്ന ഒരു വലിയ രാജ്യമായി, ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ കൊണ്ടുവന്നു. ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴാണ് 2014 മോദി സർക്കാർ അധികാരമേറ്റു വരുന്നത്. അവർ തുടക്കപ്പോൾ നോക്കൂ ഡോളറുമായിട്ടുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യത്തിൽ ഈ 12 വർഷം കൊണ്ട് വന്നിട്ടുള്ള വ്യത്യാസം തന്നെ നോക്കിയാൽ അറിയാം മോദി സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളിലെ പാളിച്ച. ഇപ്പോൾ അതിന് ഒരു കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ 29 ലേബർ തൊഴിലാളി നിയമങ്ങളെ ഏകീകരിച്ചുകൊണ്ട് 4 ലേബർ കോഡുകളായി കൊണ്ടുവന്നുകൊണ്ട് 8 മണിക്കൂർ തൊഴിലവകാശം നിഷേധിക്കുന്നു, തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളെ നിഷേധിക്കുന്നു, അവരുടെ ആവശ്യങ്ങളെ കോർപ്പറേറ്റുകൾക്ക് അടിയറ വയ്ക്കുന്നു. കോർപ്പറേറ്റുവൽക്കരണത്തിന്, അതായത് കോർപ്പറേറ്റുകൾക്ക് സഹായകരമായ നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മുടെ MG നരേഗ എന്നുള്ള പദ്ധതിയെ പൊളിച്ചെഴുതിയില്ലേ? സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന തൊഴിലിൽ പദ്ധതിക്കെതിരെ, ഈ പൊളിച്ചെഴുത്തിനെതിരെ അതിശക്തമായിട്ട് ദേശീയ തലത്തിൽ സമരം നടത്തുന്ന ആരാണ്? ഇന്റർനാഷണൽ കോൺഗ്രസ് അല്ലേ? പ്രാദേശിക തലത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ, അത് ഇടതുപക്ഷ സർക്കാരുകൾ പലപ്പോഴും അടവ് നയങ്ങൾ സ്വീകരിക്കാറില്ലേ? അപ്പോൾ രാഷ്ട്രീയമായി പ്രാദേശികമായി നയങ്ങളുടെ ഭാഗമായി ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരു സമരത്തിന് പോകുന്നില്ല എന്ന് ന്യായമായ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് വലിയ ഒരു കുറ്റമായി അവർക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയുള്ള കാര്യം. ദേശീയ തലത്തിൽ അതിശക്തമായി മോദി സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടുന്ന ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ കക്ഷിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. മാത്രമല്ല തിരിച്ചു വരാം. ആരാണ് സംസാരിക്കുന്നത്? റെജി ഭരണത്തിലുള്ളപ്പോൾ മാത്രമല്ല നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ മാറി നിൽക്കുകയാണ്. LDF ഭരിക്കുമ്പോഴും ഞങ്ങൾ സമരത്തിലേക്ക് വിളിക്കുമ്പോൾ ദേശീയ സമരത്തിൽ INTUC ഉള്ളപ്പോൾ നിങ്ങൾ മാറി എന്നതാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു ഭരണത്തിൻ്റെ കേസ് മാത്രമല്ല, തികച്ചും കക്ഷി രാഷ്ട്രീയമാണ്. INTUC ഒരു തൊഴിലാളി സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ ഇനി അധികകാലം അത് വിലപ്പോവാത്ത അവസ്ഥയാണുള്ളത്. അതെ, അത് കഴിഞ്ഞ് നമ്മൾ മറ്റേ കാര്യത്തിലേക്ക് വന്നിരുന്നു, ദേശീയ ഇതിലേക്ക്. പക്ഷേ നിർഭാഗ്യവശാൽ റെജി സംസാരിച്ചത് മുഴുവൻ ആദ്യത്തെ ഭാഗത്തിലെ ആ കാര്യത്തിലുള്ള വിശദീകരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഘട്ടം കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെ എതിർക്കാനുള്ളതായിരുന്നു. അതിനെ താങ്കൾ ചെയ്തില്ലെന്നല്ല, അത് വിശദീകരിക്കാനുള്ളൊരു ഘട്ടം താങ്കൾ മറ്റു കാര്യത്തിന് ഉപയോഗിച്ചു. അതിനിപ്പോൾ KN ഗോപിനാഥ് ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഘട്ടത്തിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജോർജ് ജോസഫ്, ഞാൻ താങ്കളിലേക്ക് വരട്ടെ. ജോർജ് ജോസഫ്, താങ്കളൊരു സാമ്പത്തിക മാധ്യമപ്രവർത്തകനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് വളരെ കൃത്യമായി താങ്കൾ അറിഞ്ഞിട്ടുള്ളതാണ്.
ഇന്ത്യയിലെ തൊഴിലാളികളുടെ നില, ഇന്ത്യയിലെ കർഷകരുടെ നില പിറകോട്ട് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ കൂടുതൽ ദരിദ്രരും കൂടുതൽ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും ആയി മാറാൻ പോകുന്നു. അവരുടെ കൂലി സ്ഥിരത, അതുപോലെ തന്നെ അവരുടെ ജോലി സ്ഥിരത, ജോലിയുള്ളവർക്ക് ജോലി സ്ഥിരത, ഇതെല്ലാം പ്രശ്നത്തിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു കാലത്ത് ഇന്ത്യൻ തൊഴിലാളി വർഗം, ഇന്ത്യൻ കർഷക വർഗം വന്നു നിൽക്കുകയാണ് എന്ന നിലയിലാണ് ഈ സമരം മുന്നോട്ട് വരുന്നത്. ജോർജ് ജോസഫ്, താങ്കളിലെ സാമ്പത്തിക ലേഖകൻ ഇതിനെ എങ്ങനെ നിരീക്ഷിക്കുന്നു? NPC ഇതിനെ 3 വ്യത്യസ്ത തലങ്ങളിലൂടെ ഇതിന് മറുപടി പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ചുരുക്കി ഞാൻ പറയാം, എങ്കിൽ കുറച്ച് സമയം എടുക്കും എന്ന് ഞാൻ പറയുകയാണ്. പരമാവധി ചുരുക്കി പറയാൻ ഞാൻ ശ്രമിക്കാം. ഒന്ന് രാഷ്ട്രീയം ഇതിനകത്ത് വരുന്നത്. അതായത് കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇത്തരത്തിൽ BJP സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ശക്തമായി പോരാടുന്നു എന്ന് പറയുമ്പോൾ ഇവർ നിർണായകമായ പല ഘട്ടങ്ങളിലും ഇത്തരം പ്രക്ഷോഭങ്ങളുടെ ഒരു അവസരത്തിൽ പോലും രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ആഗസ്റ്റ് മാസം 10-ാം തീയതി നടന്നിരുന്ന ഈ ദേശീയ പണിമുടക്കിന് മുമ്പായിട്ട് ഒട്ടേറെ സമരങ്ങൾ നമ്മുടെ രാജ്യത്ത് കർഷകരും തൊഴിലാളികളും ഒക്കെ നടത്തുന്ന മഹാരാഷ്ട്രയിലും പഞ്ചാബിലും എല്ലാം അടക്കമുള്ള ലോങ് മാർച്ചുകളടക്കമുള്ള പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും നമ്മൾ INTUC പോലുള്ളൊരു സംഘടനയെ, കോൺഗ്രസിനെ അതിൻ്റെ മുൻനിരയിൽ കണ്ടിട്ടില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ ജന്തർ മന്ദർ സമരത്തിൽ എന്താണ് കണ്ടത്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് CJP നടത്തിയ സമരത്തിൽ ആ സമരത്തിനോടും CJP എന്ന പാർട്ടിയോട് ഐത്തം കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു സമരത്തെ ഞങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് സമരം വിജയിക്കാൻ പോകുന്നു, വലിയൊരു പ്രക്ഷോഭമായി മാറും, തങ്ങൾക്കൊരു പക്ഷേ വലിയ രാഷ്ട്രീയമായ തിരിച്ചടി ഏൽക്കേണ്ടി വരുമെന്നുള്ള ഘട്ടത്തിൽ ചാടി വീഴുന്നൊരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെയെല്ലാം നിർണായകമായ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ BJPക്കെതിരായ ശക്തികളുടെ ഏകീകരണത്തെ, ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് തുരങ്കം വയ്ക്കുന്ന തലത്തിലുള്ള പല നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ സമീപനങ്ങളുടെ ഭാഗമായിട്ട് മാറിയുന്നു എന്നുള്ളത് അതിന് ചുരുക്കി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ദേശീയ തലത്തിൽ BJP സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പോരാടുവാൻ, അതിനെതിരെ സമരം ചെയ്യുവാനുള്ള ഒരു തരത്തിലുള്ള ആത്മാർത്ഥതയും കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നുള്ളത് ഇതപര്യന്തം വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ആ ആത്മാർത്ഥത ഇല്ലായ്മ തന്നെയാണ് ഇക്കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായ ചില ഒഴിവുകൾ പറഞ്ഞു. അതാണ് ഞാൻ ആമുഖമായി തന്നെ പറഞ്ഞു. ഇവിടെ UDFൻ്റെയോ LDFൻ്റെയോ സർക്കാരിൻ്റെയോ ഏതെങ്കിലും നയങ്ങളും സമീപനങ്ങളുമായി ബന്ധപ്പെട്ടോ രാഷ്ട്രീയമായ നിലപാടുകൾ ബന്ധപ്പെട്ട എല്ലാ സമരം ചെയ്യുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങൾ നിലനിർത്തണം, അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള 40,000 രൂപ എന്ന് പറയുന്ന അടിസ്ഥാന പ്രതിമാസ ശമ്പളത്തിലേക്ക് കൊണ്ടുവരണം, ഗിഗ് വർക്കേഴ്സ് അടക്കമുള്ള പ്ലാറ്റ്ഫോം വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ കൃത്യമായ നയസമീപനങ്ങൾ ഉണ്ടാകണം. ഇതിനകത്ത് എവിടെയാണ് രാഷ്ട്രീയം വരുന്നത്? ഇത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ഈ പ്രക്ഷോഭം നടക്കുന്നത്? അതുപോലെ തന്നെ മിനിമം താങ്ങുവില വേണം എന്ന് കർഷകർ ആവശ്യപ്പെടുന്നത്, ഇതെല്ലാം രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള മാനവികമായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന സമരത്തിൽ പോലും യോജിച്ചു പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അവിടെയാണ് ആ രാഷ്ട്രീയ നിലപാടിൻ്റെ പരാജയം, ദൗർബല്യം. ഇന്ത്യ ഇതുവരെ ഈ BJP സർക്കാർ ഒരുപക്ഷെ 10 വർഷത്തിലധികക്കാലം ഇന്ത്യയിൽ തുടർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ ഉത്തരവാദി പ്രധാന പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനാണ് എന്നുള്ളതാണ്. അത്രയുമാണ് രാഷ്ട്രീയമായി ഞാൻ പറഞ്ഞത് വിടുകയാണ്. ഇനി രണ്ടാമത് NPC പറഞ്ഞ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ എടുക്കുക ലേബർ കോഡുകളെക്കുറിച്ച് എത്ര നിസ്സാരമായിട്ടാണ് BJP അനുഭാവിയായിട്ടുള്ള ഒരാൾ ഇവിടെ സംസാരിച്ചതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഞാൻ 2 ഉദാഹരണങ്ങൾ NPCയുടെ മുമ്പിൽ വയ്ക്കാം. നമ്മുടെ കേരളത്തിൽ തന്നെ 2 കമ്പനികളിലെ വിഷയങ്ങൾ സമീപകാലത്ത് ഉണ്ടായിരിക്കും എടുക്കുക. കോറ ഹെൽത്ത് കെയറും ടാൻഡ്രോപ്പ് എന്ന് പറയുന്ന 2 കമ്പനികളുണ്ട്. ആ കോറ ഹെൽത്ത് കെയറിൽ പിരിച്ചുവിടൽ എങ്ങനെയായിരുന്നു NPC? ഒന്ന് ആലോചിച്ച് നോക്കണം. പിരിച്ചുവിടൽ എന്ന് പറയുന്നത് ഇന്ന് കാലത്ത് ജോലിക്ക് കയറി വന്ന് അവനവൻ്റെ ടേബിളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കമ്പനിക്കകത്തെ പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ്, ഇന്നത്തോടെ നിങ്ങളുടെ സേവനം കഴിഞ്ഞു, നാളെ മുതൽക്ക് നിങ്ങൾക്ക് ജോലിയില്ല. ഇതെന്ത് രീതിയാണ്? അപ്പോൾ അവരവിടെ പറഞ്ഞെന്താ? അങ്ങനെ പിരിച്ചുവിടുന്നതിന് ആനുപാതികമായിട്ട് ആ കമ്പനി മാനേജ്മെൻറ്റ് ധിക്കാരപരമായി പറഞ്ഞ കാര്യം, രാജ്യത്ത് പുതിയ ലേബർ കോഡുണ്ട്,
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ലേബർ കോഡ് കേരളത്തിൽ റൂൾസ് ഉണ്ടാക്കി നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുത അവിടെ നിലനിൽക്കുകയാണ്. എങ്കിലും പോട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കേരള അസംബ്ലി അംഗീകരിക്കാത്ത, കേരള നിയമനിർമ്മാണ സഭ ചർച്ച ചെയ്ത് അംഗീകരിക്കാത്ത ഒരു കാര്യത്തിൽ ഒരു നിയമം ഉപയോഗിച്ചുകൊണ്ട് ഒരു മണിക്കൂറിൻ്റെ പോലും ഇതില്ലാതെ പിരിച്ചുവിടുകയാണ് ജോലിയിൽ നിന്ന്. അപ്പോൾ ഇതെന്ത് സ്വാഭാവികമായൊരു നീതി എന്ന് പറയുന്നതില്ലേ? തൊഴിൽ നിയമങ്ങളും കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ NPC. ഇനി ഞാൻ NPCയോട് ഒരു കാര്യം കൂടി പറയാം. ഈ സംഭവം ഉണ്ടായപ്പോൾ NPCക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇങ്ങനെ കേവലം വന്നിരിക്കുന്ന ആളുകളോട് പബ്ലിക് അഡ്രസ് സിസ്റ്റത്തിലൂടെ പിരിച്ചുവിടുമ്പോൾ അതേ ജീവനക്കാരൻ ആ സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച് പോകണമെന്ന് വിചാരിച്ചോ? എങ്ങനെയാണ് നിയമമല്ല, ആ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന നിയമം. അതാണ് രസം. ഈ ലേബർ കോഡിനകത്ത് രാജിവെച്ച് പോകുന്ന തൊഴിലാളിയെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അവിടെ എല്ലാ കോർപ്പറേറ്റ് കമ്പനികളും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമം എന്താ? നിങ്ങൾ 3 മാസത്തെങ്കിലും നോട്ടീസ് പീരീഡിലായിരിക്കും. ചില കമ്പനികളിൽ 4 മാസത്തെ നോട്ടീസ് പീരീഡ് ഉണ്ട്, 6 മാസത്തെ നോട്ടീസ് പീരീഡ് ഉണ്ട്. ഇതൊക്കെയുണ്ട്. അവൻ അടുത്ത ആഴ്ച അവന് വേറെ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും അവൻ 3 മാസം നോട്ടീസ് പീരീഡിൽ അവിടെ ജോലി ചെയ്യണം. പലർക്കും ഒരു ദിവസത്തെ അനൗൺസ്മെന്റ് കൊണ്ട് തൊഴിലാളികളെ പിരിച്ചുവിടുമ്പോൾ തൊഴിലാളിക്ക് പിരിഞ്ഞു പോകണമെങ്കിൽ ഒരുപാട് പൈസ അങ്ങോട്ട് കൊടുക്കണം, ബോണ്ട് ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും പൈസ അത് ആ 3 മാസത്തെ ശമ്പളം തിരിച്ചടക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. ഇതെല്ലാം ആ നിയമങ്ങൾ ആരുണ്ടാക്കിയതാ? ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമങ്ങൾ ഉപയോഗിച്ച്, വളരെ കിരാതമായ നിയമങ്ങൾ ഉപയോഗിച്ച് ജീവനക്കാരെ പിരിച്ചുവിടുമ്പോൾ അതേ കോർപ്പറേറ്റ് കമ്പനി അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ അവരുടെ ഈ പറഞ്ഞതുപോലെ ജീവനക്കാരുടെ രീതികൾ എന്നുള്ള രീതിയിൽ നടപ്പാക്കുകയാണ്. അപ്പം ഒരു ദിവസത്തെ പോലും നോട്ടീസില്ലാതെ തൊഴിലാളികൾ പിരിച്ചുവിടുമ്പോൾ അതേ കമ്പനിയിലെ ജീവനക്കാരന് പിരിഞ്ഞു പോകണമെങ്കിൽ മിനിമം 3 മാസം അവിടെ വർക്ക് ചെയ്യണം. ആ 3 മാസം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവന് ആ 3 മാസം ശമ്പളം തിരിച്ചടയ്ക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ ഈ മിനിമം വേജിൻ്റെ കാര്യം പറഞ്ഞു. പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ്. ചില സംസ്ഥാനങ്ങളിൽ മിനിമം വേജ് കൂടുതലായിരിക്കും. അപ്പോൾ അത് കുറയ്ക്കാൻ പറ്റുമോ? എത്ര വിചിത്രമായ വാദങ്ങളാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് വിചിത്രമായ വാദങ്ങളാണ്? ഇപ്പോൾ ഈ സമരത്തിന് ആസ്പദമായി തന്നെ 42,000 രൂപയാണ് പ്രതിമാസം മിനിമം വേതനമായിട്ട് ഈ സംയുക്ത ട്രേഡ് യൂണിയൻ കർഷകരും ആവശ്യപ്പെടുന്നത്. ഏത് സംസ്ഥാനത്താണ് 42,000 രൂപ മാസം മിനിമം വേതനമായിട്ട് നിയമപ്രകാരം നിഷ്കർഷിച്ചിട്ടുള്ളത്? അത് കേരളത്തിൽ പോലും ഇല്ലല്ലോ. കേരളത്തിൽ പോലും അതില്ല. കേരളം പോലെ വികസിതമായിട്ടുള്ള മുന്നേറി നിൽക്കുന്ന ഈ കാര്യത്തിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലും 42,000 രൂപയുടെ പ്രതിമാസ വേതനം ഇല്ല. കാരണം നമുക്ക് നേഴ്സുമാർ സമരം ചെയ്യുന്നത് തന്നെ എന്തിനാ? 40,000 രൂപ മിനിമം വേതനം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. പ്രതിമാസം വേതനം 40,000 ആക്കണമെന്ന്. അപ്പോൾ 42,000 രൂപ എന്ന് പറയുന്ന മിനിമം പ്രതിമാസ വേതനം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നിലയിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഉയർന്നൊരു നിലവാരം ഏതോ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുണ്ട്. അവർക്ക് കുറയ്ക്കാൻ പറ്റുമോ? ഇവർക്ക് കൂട്ടാൻ പറ്റുമോ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ലേബർ കോഡ് നടപ്പാക്കാമെങ്കിൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, പല സംസ്ഥാനങ്ങളിലും പല രീതിയാണ്, പല ജീവിതശൈലികളാണ്, പല സ്വഭാവങ്ങളുണ്ട്, ജിയോഗ്രാഫിക്കായിട്ട് വ്യത്യസ്തമാണ്. ഈ ജിയോഗ്രാഫിക്കായി വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് ഏകീകൃത ലേബർ കോഡ് കൊണ്ടുവരുന്നത്? അതെങ്ങനെയാണത്? അങ്ങനെയാണെങ്കിൽ ആ ഡിഫറൻസ്, ഈ ഡൈവേഴ്സിറ്റി, ഈ ഹെട്രോജീനസ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അവിടെ വളരെ സംസ്ഥാനങ്ങൾക്ക് ഇത് വിട്ടുകൊടുക്കണ്ടേ? നിങ്ങളുടെ സംസ്ഥാനങ്ങൾക്ക് അനുസരിച്ച് ലേബർ കോഡുകൾ തീരുമാനിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. പരീക്ഷ നടത്തിപ്പോൾ ഞങ്ങൾ നടത്തും, ലേബർ കോഡ് ഞങ്ങൾ നടത്തും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ശമ്പളത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് ഹെട്രോജീനസ് ആണ്, ഡൈവേഴ്സിഫിക്കേഷനാണ്. ജിയോഗ്രാഫിക്കായിട്ട് അവരെങ്ങനെ തീരുമാനിക്കും? ഇങ്ങനെ തീരുമാനിക്കും. ഇതൊക്കെ എങ്ങനെയാണ് ഇത്തരം വിചിത്രമായ വാദങ്ങൾ ഉന്നയിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സമരങ്ങൾ ഉയർന്നു വരുന്നത്. ദേശീയ സമരങ്ങൾ എല്ലാ രാഷ്ട്രത്തിൻ്റെയും ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി എല്ലാവരും അടയാളപ്പെടുത്താറുണ്ട്. ഇന്ത്യയിലെ കർഷകരും തൊഴിലാളികളും ഒരു ദേശീയ സമരം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയിൽ ബ്രേക്ക് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ജോർജുമായി ഒരു ആശയക്കുഴപ്പമുണ്ടായി. ജോർജ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബ്രേക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ ജോർജിലേക്ക് വരുന്നു. ഇനി 4 പേർക്കും ഒരു 1.5 മിനിറ്റേ നമുക്ക് സമയമുള്ളൂ. ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. സ്വന്തം വാദങ്ങൾ ഏത് തരത്തിലാണ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ തന്നെ ചെയ്യാം. ജോർജിന് കഴിഞ്ഞ തവണ ആ സമയം മിസ് ചെയ്തുകൊണ്ട്, കട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് ജോർജിലേക്ക് ആദ്യം വരുന്നു. ജോർജ്,
സമാപിപ്പിക്കൂ. ഈ ചർച്ചയിൽ താങ്കളുടെ വാദങ്ങൾ ഉപസംഹരിക്കൂ. 1.5 മിനിറ്റ്. NPC, അതായത് എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇത് രാഷ്ട്രീയമായി അതിന് മാനങ്ങൾ കാണുന്നവർക്ക് അങ്ങനെ കാണാൻ പറ്റുമായിരിക്കും, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷേ മിനിമം വേജ് 42,000 രൂപയാക്കണമെന്നും കാർഷിക വിളകൾക്ക് മിനിമം വില എന്ന് പറയുന്നത്, അതിൻ്റെ പ്രശ്നം എന്താ? മിനിമം വില പല കാര്യങ്ങൾക്കും ഉണ്ട്, താങ്ങുവിലയും ഇതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താ? നിയമപ്രകാരം അതിനകത്ത് യാതൊരു പ്രാബല്യമില്ല. അത് വേണമെങ്കിൽ സർക്കാരിനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ നടപ്പാക്കാതിരിക്കാം, അതിനകത്തൊരു നിഷ്കർഷയില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുമ്പോൾ, UPA സർക്കാർ കൊണ്ടുവരുമ്പോൾ അത് നിയമത്തിൻ്റെ പ്രാബല്യത്തോടു കൂടി കൊണ്ടുവരണമെന്ന് നിഷ്കർഷിച്ച ഏക പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ പ്രാബല്യത്തോടു കൂടി അത് നിലവിൽ വന്നു എങ്കിലും ഇപ്പോൾ ആ പദ്ധതിയുടെ അവസ്ഥ എന്താ? അത് VBG റാംജി എന്ന് പറഞ്ഞ് അതിന് വെള്ളം ചേർത്ത് അതെങ്ങനെ നശിപ്പിച്ച് ഇല്ലാതാക്കാൻ കഴിയുമോ? അത് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഈ BJP NDA സർക്കാർ പോവുകയാണ്. പക്ഷേ അതിനെ ആ നിയമത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ നശിപ്പിച്ചെടുക്കാം എന്ന് ഗവേഷണം നടത്തി അതിനെ അട്ടിമറിച്ച് VBG റാംജി എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ അതും ഈ സമരത്തിന് ആധാരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവസാനിപ്പിക്കും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കണ്ടേ? അൺലിമിറ്റഡ് ടൈം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണോ താങ്കൾ? അൺലിമിറ്റഡ് ടൈം ഒന്നും കൊടുത്തില്ല. ഇവിടെ സമയമൊക്കെ ഉണ്ട്. അദ്ദേഹം സാമ്പത്തിക വിദഗ്ധൻ തന്നെയാണ്, അതിലൊന്നും തർക്കം വേണ്ട. താങ്കളിലേക്ക് വരാം. താങ്കൾക്ക് 1.5 മിനിറ്റ്, താങ്കൾക്ക് ഇത് ബാധകമാണല്ലോ. 1.5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കും. അൺലിമിറ്റഡ് ഒന്നും അല്ല, ആർക്കും കൊടുത്തിട്ടില്ല. അവസാനിക്കേണ്ട കാര്യങ്ങളല്ല ഇവിടെ പറഞ്ഞത്. 5 മിനിറ്റും 6 മിനിറ്റും കഴിഞ്ഞിട്ട് പിന്നെയും സമയം കൊടുക്കുകയാണ് താങ്കൾ. താങ്കളുടെ സമയത്തിൽ നിന്നാണ് ഇത് പോകുന്നത്. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനായതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, 43,000 രൂപ മാസ ശമ്പളം കൊടുത്തിട്ട് നമ്മുടെ നാട്ടിൽ ഒരു കട നടത്തുന്ന ഒരാൾ, അയാൾക്ക് 2 ഹെൽപ്പർമാരെ വെക്കണം. ഈ 2 പേർക്ക് 43,000 ശമ്പളം കൊടുത്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുമോ സാറേ? ഇത്രയും വലിയ സാമ്പത്തിക വിദഗ്ധന്മാർ വന്നിട്ട് തിരുവനന്തപുരം പറയുമ്പോൾ അതിന് ഏറ്റവും ചുരുങ്ങിയത് ആങ്കറെങ്കിലും ഒന്ന് ഇടപെട്ട് തടയണ്ടേ? ആങ്കർ അഭിപ്രായങ്ങൾ പറയുന്നത് അടിച്ചമർത്താനല്ല ഇരിക്കുന്നത്. ആങ്കറിംഗിന്റെ തത്വശാസ്ത്രം ചർച്ച ചെയ്യേണ്ട. താങ്കളുടെ വാദങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. മിനിമം വേജ് നിഷ്കർഷിക്കുക എന്നുള്ളതാണ്. താങ്കൾ അദ്ദേഹത്തെ തിരുത്തണ്ടേ? ഞാൻ തിരുത്തിക്കോട്ടെ, താങ്കളുടെ സമയത്ത് നിന്ന് എടുത്ത് തിരുത്തട്ടെ, കൊടുക്കുക. അഭിപ്രായം പറയട്ടെ. മിനിമം വേതനം എന്നത് മിനിമം, അപ്പൊ താങ്കളുടെ സമയം പോകും. അത് നിവൃത്തിയില്ല. ജനങ്ങൾ തീരുമാനിക്കും. താങ്കൾ പറഞ്ഞ് അവസാനിപ്പിക്കും. മിനിമം ഫ്ലോർ വേജ് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ലിമിറ്റ് അല്ല, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നല്ല. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യം. ഒരു പക്ഷേ 18 പറയാൻ സമ്മതിക്കേ, 18-20 ഇവിടെ സ്കിൽഡ് വർക്കേഴ്സിന് കിട്ടുന്ന മിനിമം വേജ് മറ്റൊരു സംസ്ഥാനത്ത് ഒരു പക്ഷേ 8,000 ആയിരിക്കാം. ഇപ്പൊ ഗവൺമെന്റ് 10,000 എന്നൊരു ഫ്ലോർ വേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹിക്ക് അത് താഴ്ത്തി 10,000-ലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇനി ഇവിടെ ഈ എന്താ പറയുക 52 ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്ത വ്യക്തി ഉണ്ടല്ലോ, മറ്റേ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി, അദ്ദേഹം 52 ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്തു. പക്ഷെ അദ്ദേഹം ഇപ്പോഴും എക്കണോമിക്കലി ലീഗലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ടെർമിനോളജി ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു യൂണിഫോം വേജ് ബിൽ എന്ന്. യൂണിഫോം വേജ് ബിൽ ആരാ പറഞ്ഞു? പിന്നെ അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ഒരു നിരീക്ഷകൻ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും നിരീക്ഷകൻ പറഞ്ഞ് കേൾക്കണ്ട. ഇതുമായിട്ടുള്ള 2 ലീഗലി ബൈൻഡിംഗ് ആയിട്ടുള്ള ഒഫീഷ്യൽ സോഴ്സസ് ഉണ്ട്. ഒന്ന് ദ കോഡ് ഓൺ വേജസ് 2019, കോഡ് ഓൺ വേജസ് റൂൾസ് 2026. ഇത് രണ്ടും എടുത്ത് വായിച്ചു നോക്കുക. ഇനി അതിന്റെ ഒഫീഷ്യൽ റെഫറൻസ് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ GSR 343E അത് PDF ആയിട്ട് കിട്ടും, എടുത്ത് വായിച്ചാൽ മതി. നിരീക്ഷകൻ പറയുന്നത് കേൾക്കണ്ട. പിന്നെ ഫ്ലോർ വേജ് എന്ന് പറയുന്നതിന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല നിങ്ങൾ. ഇതേപോലെ തന്നെയാണ് രാജ്യത്തെ ആളുകളെ മണ്ടന്മാരാക്കിയിട്ട് ഇതുപോലുള്ള വിദഗ്ധരും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഒബ്ജക്ഷൻസ് ഉണ്ട്, ഞങ്ങളുടെ ഒബ്ജക്ഷൻസ് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 42,000 രൂപ നിങ്ങൾ ഇവിടെ എന്താ പറയാ ഈ മന്ത്ലി ഇൻകം ആയിട്ട് ഫിക്സ് ചെയ്യാൻ പോവാണോ? നിങ്ങൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ പറയാൻ പറ്റുന്നത്? പിന്നെ അദ്ദേഹം ഇവിടെ ഏതോ ഒരു കമ്പനി ഫയർ ചെയ്ത കാര്യം പറഞ്ഞു, കോറ ഹെൽത്ത്, അവർ ഫയർ ചെയ്ത കാര്യം പറഞ്ഞു. അത് നിയമവിരുദ്ധമാണെങ്കിൽ അതുമായിട്ട് ലീഗലി ആക്ഷൻസ് മൂവ് ചെയ്യാം.
താങ്കൾ എവിടെയാണ് ജീവിക്കുന്നത്? ഈ ഓക്കേ, ഓക്കേ, employees ഒക്കെ ഞാൻ താങ്കൾക്ക് കഴിഞ്ഞ 15 വർഷമായി സമയം കഴിഞ്ഞു. കഴിഞ്ഞ 15 വർഷമായി ഞാൻ കോർപ്പറേറ്റ് സെക്ടറിലുള്ള ആളാണ്. 15 വർഷമായി കോർപ്പറേറ്റ് സെക്ടറിലാണ്. നമ്മൾ മിഥുൻ, സമയം കഴിഞ്ഞു. ഞാൻ റെജിയിലേക്ക് പോവുകയാണ്. റെജി 1.5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കണം ദയവായിട്ട്. തർക്കങ്ങൾ ഒഴിവാക്കി 1.5 മിനിറ്റ് കൊണ്ട് തനിക്ക് പറയാനുള്ളത് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കണം. ജോർജ് ജോർജ് തുറന്നു പറയാൻ ധൈര്യം ജോർജ് മിഥുൻ സംസാരം നിർത്തൂ. റെജിയുടെ സമയം നഷ്ടപ്പെടുത്തല്ലേ. ശ്രീ NBC നോക്കൂ, ഇന്ന് സംഘപരിവാർ ഉയർത്തുന്ന അല്ലെങ്കിൽ BJP സർക്കാർ ഉയർത്തുന്ന സാമ്പത്തിക നയങ്ങളെയും രാഷ്ട്രീയ തീരുമാനങ്ങളെയും ജനവിരുദ്ധ നയങ്ങളെയും ഇന്ത്യയിലെ ജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിന് മുന്നിൽ നിൽക്കുന്നതും പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും പാർലമെൻറ്റിലും പുറത്തും ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അവർക്കെതിരെ ഏറ്റവും ശക്തമായി പോരാടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ്സിന് BJPയെ എതിർക്കുന്ന കാര്യത്തിൽ ആത്മാർത്ഥത ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജോർജ് ജോസഫ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. അതിനെ ഞാൻ അതിശക്തമായി എനിക്കതിനോട് യോജിക്കാൻ കഴിയുന്നില്ല, ഞാൻ എതിർക്കുകയാണ്. കാരണം അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ നിലപാടിൻ്റെ പരാജയമാണ്. ചില സമരങ്ങളിൽ പ്രാദേശികമായി പങ്കെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞു വയ്ക്കുന്നത്. നോക്കൂ, രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന പല ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും. 2008 43 അംഗസംഖ്യയുള്ള പാർലമെൻറ്റിൽ അംഗസംഖ്യ ഉണ്ടായിരുന്ന CPM ഇന്ന് 4 അംഗങ്ങളായിട്ട് കുറഞ്ഞത് രാഷ്ട്രീയമായിട്ടുള്ള എടുത്ത നയപരമായ തീരുമാനങ്ങളുടെ പരാജയമാണെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശക്തമായി BJP സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുന്നത് കോൺഗ്രസ് തന്നെയാണ്, ഇന്റർനാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അത്തരത്തിലുള്ള നയങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒരു തരത്തിലുള്ള ആത്മാർത്ഥത കുറവുമില്ല. ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സമീപനവുമായിട്ടാണ് അതിൻ്റെ ദേശീയ നേതൃത്വം മുന്നോട്ട് പോകുന്നത്. നല്ലത്. KN ഗോപിനാഥ്, താങ്കളുടെ 1.5 മിനിറ്റിലേക്ക് പെട്ടെന്ന്. 9:01 എന്നാലും 1.5 മിനിറ്റ്. ഈ ലേബർ കോഡ് 4 ലേബർ കോഡുകളും കൃത്യമായി മുഴുവനും മനസ്സിലാക്കി ഒബ്ജക്ഷൻ തയ്യാറാക്കി അയച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇനിയും അത് സംബന്ധിച്ച് റെഫറൻസിനൊക്കെ ഞാൻ തയ്യാറാണ്. അതിനകത്ത് എനിക്ക് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. 2, മിനിമം വേജസ് ഉണ്ടാവുന്നത് വെറുതെ ആകാശത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവുന്നതല്ല. നേരത്തെ മിനിമം വേജസ് 26,000 ആകുന്നത് ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ സംഘടനകൾ 42,000 മിനിമം വേജസ് ആയിട്ട് അല്ല. നിങ്ങളുടെ വിഡ്ഢിവേഷ്, നിങ്ങളുടെ BJPയുടെ സഹയാത്രികൻ എന്ന് പറയുന്നത് താങ്കൾ അത് ഇഗ്നോർ ചെയ്ത് സംസാരിക്കും. താങ്കൾ അത് അവഗണിച്ചുകൊണ്ട് സംസാരം തുടരുമെന്നിട്ട് അവസാനിപ്പിക്കും. അതുകൊണ്ട് 42,000 രൂപ പറയുന്നത് വീടുകൊടുക്കെ ചോറും കറിയും എന്ന് പറഞ്ഞിട്ടല്ല 42,000 രൂപ ഉണ്ടായത്. അത് 8th പേ കമ്മീഷൻ സംബന്ധിച്ച് ഇന്ത്യയിൽ ട്രേഡ് യൂണിയൻ സംഘടനകളും സർക്കാർ ജീവനക്കാരും ഒക്കെ അവാർഡ് ചെയ്തതാണ് പൊതുവിൽ ഞങ്ങൾ ട്രേഡ് യൂണിയനുകൾ പൊതുവിൽ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ലേബർ കോൺഫറൻസിനകത്തൊക്കെ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ മുഴുവനും ഇന്ത്യയിലെ അസംഘടിത ഇൻഫോർമൽ സെക്ടറിലെ കൂലിയാവുന്ന അദ്ദേഹം കണക്കാക്കരുത്. മാത്രമല്ല, തൊഴിലാളിക്ക് ഇത്തിരി കൂലി കിട്ടിയാൽ ഇത്രമാത്രം അസംഘടിത എന്തിനാ? തൊഴിലാളിയല്ലേ പണിയെടുക്കുന്നത്, അവനല്ലേ സമ്പത്തുണ്ടാക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക, അദ്ദേഹം തടസ്സപ്പെടുത്തുക. രണ്ടാമത്തെ ഒരു കാര്യം, പ്രധാനമന്ത്രി പാർലമെന്റിനകത്ത് അഭിമുഖീകരിക്കുന്നില്ല. അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലാണ്, പാർലമെന്റിൽ ചെല്ലുന്നില്ല. അമിത്ഷാ പാർലമെന്റിൽ ചെല്ലുന്നില്ല. എന്താ കാര്യം? ജന്തർ മന്ദിൽ വിദ്യാർത്ഥികൾ കാണിച്ചിട്ടുള്ള ഒരു സമരത്തെ സംബന്ധിച്ചാണ്. ഈ ലേബർ കോഡും അതുപോലെ തന്നെ തൊഴിലാളികൾക്ക്, കൃഷിക്കാർക്ക് വേണ്ടി ഒത്തുതീർപ്പുണ്ടാക്കിയ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശയടക്കമുള്ള 3 നിയമങ്ങളെ സംബന്ധിച്ചുള്ള ഭേദഗതികൾ അംഗീകരിച്ചിട്ട് ഒളിച്ചോടിപ്പോയിട്ടുള്ള ഗവൺമെന്റിനെതിരെ യഥാർത്ഥത്തിൽ എളമരം കരീം പോലുള്ള നേതാക്കന്മാർ പാർലമെന്റിനകത്ത് പറഞ്ഞതുപോലെ പാർലമെന്റിന് പുറത്ത് പാർലമെന്റേതര സമരങ്ങളിലൂടെയാണ് ഇതെല്ലാം തൊഴിലാളികൾക്ക് ഏറ്റെടുക്കാൻ കഴിയുക. അതിൽ പാർലമെന്റിലെ നിയമസഭകളുടെ അംഗബലം ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല. തൊഴിലാളികൾ അവരുടെ അവകാശങ്ങൾ, അവർ പണിയെടുക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് മെച്ചപ്പെട്ട കൂലി കിട്ടാനും ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന വിധത്തിലേക്ക് ഒരു അവസ്ഥ ഉണ്ടാകണം. അവരുടെ വോട്ട് മേടിച്ച് അധികാരത്തിൽ ഇരുന്നിട്ട് കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് മാത്രം കാര്യമില്ല. രാജ്യത്തെ എല്ലാ ട്രേഡ് യൂണിയനുകളും ആഹ്വാനം ചെയ്തിട്ടുള്ള ജയിലിൽ നിറയ്ക്കുന്ന സമരം, തൊഴിലാളികളും കർഷകരും ഐക്യത്തോട് കൂടി അതിശക്തിയായിട്ടൊരു മുന്നേറ്റമായി ഇന്ത്യയിൽ ധൈര്യത്തിൽ മാത്രം വന്നിരിക്കുന്ന ഇദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം, താങ്കൾക്ക് ചോദിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ചർച്ച 9:04 ആയതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു. നല്ലൊരു ചർച്ച കാഴ്ചവെച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം തന്നെ ആവശ്യാധിഷ്ഠിത മിനിമം വേതനം അത് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് എന്നൊരു തർക്കം ഇവിടെ ഉയർന്നു വന്നു. ആവശ്യാധിഷ്ഠിത മിനിമം വേതനം എത്രയാണ് എന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ. പക്ഷേ
ആവശ്യാധിഷ്ഠിത സാമൂഹ്യ അവകാശങ്ങൾ ഒരു മനുഷ്യനുണ്ട്. അതുകൂടി കൊടുത്തുകൊണ്ട് വേണം ഒരു രാജ്യം, ഒരു മഹാരാജ്യം അതിൻ്റെ ആവശ്യാധിഷ്ഠിത മിനിമം വേതനം തീരുമാനിക്കാൻ. അത് ആവശ്യാധിഷ്ഠിത മനുഷ്യാവകാശങ്ങൾക്കെതിരാണ് എന്ന് തോന്നുമ്പോൾ ശബ്ദമുയരും. ആരും ചൊടിച്ചിട്ട് കാര്യമില്ല, ഒരു പ്രസ്ഥാനവും ചൊടിച്ചിട്ട് കാര്യമില്ല, ഇന്ത്യൻ പാർലമെൻ്റ് അടക്കം ചൊടിച്ചിട്ട് പോലും കാര്യമില്ല. ആ പാർലമെൻറ്റും ഈ ആവശ്യങ്ങൾ വന്ന് ആ പാർലമെൻറ്റും വളയപ്പെടും എന്ന് ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കും ഉറച്ച വിശ്വാസമുള്ള കാര്യമാണ്. ഈ ചർച്ച അല്പം സമയം അതിക്രമിച്ചു പോയിരുന്നെങ്കിലും ഈ ചർച്ചയിൽ ഏറ്റുമുട്ടിയ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ചയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സമയം അതിക്രമിച്ചിരിക്കുന്നു. 9 മണിയുടെ വാർത്ത എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് 9:05 കഴിഞ്ഞിട്ടാണ്. അതുമായി ഉമ കാത്തു നിൽക്കുകയാണ്. നമസ്കാരം.